Good evening all. No. So last ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ ആയിരുന്നു. മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യുക കേട്ടോ. പാർട്ടിസിപ്പൻസ് മൈക്ക് മ്യൂട്ട് ചെയ്യുക. ദെൻ PPT ക്ലിയർ അല്ലേ? അതുപോലെ സൗണ്ടും കേൾക്കുന്നില്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അത് മെയിനായിട്ട് ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി പ്രസന്റേഷൻ ഓഫ് ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ, അതായത് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ, ഏതൊക്കെ മെത്തേഡിൽ നമുക്കത് പ്രസന്റ് ചെയ്യാന്നുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ഡിസയർ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒറിജിൻ ഡെസ്റ്റിനേഷൻ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് ആ സർവേ ഡേറ്റ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ റെപ്രസെന്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഒറിജിൻ ഡെസ്റ്റിനേഷൻ മെട്രിക്സ്. ഓക്കെ, മെട്രിക്സ് ഫോമിൽ നമുക്കൊരു ടേബിൾ വരച്ചിട്ട് ഒറിജിൻ ഡെസ്റ്റിനേഷൻ കാണിച്ച് ആ രീതിയിൽ ഒരു മെട്രിക്സ് ഫോമിൽ അത് റെപ്രസെന്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ ആണ് ഡിസയർ ലൈൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസയർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒറിജിനെയും ഡെസ്റ്റിനേഷനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നത്, ഡിഫറെന്റ് ഒറിജിൻസിനെയും ഡെസ്റ്റിനേഷനെയും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്നതാണ് ഡിസയർ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസയർ ലൈൻസ് ആർ ദ സ്ട്രെയിറ്റ് ലൈൻ കണക്ടിങ് ദ ഒറിജിൻ പോയിന്റ്സ് വിത്ത് ഡെസ്റ്റിനേഷൻ. Then the width of desired line is drawn proportional to the number of trips in both direction. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഡിസയർ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിഡ്ത്ത് എങ്ങനെയാണെന്നാണ്, വിഡ്ത്ത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് PSCക്ക് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ട്രിപ്സ് ഇൻ വൺ ഡയറക്ഷൻ, നമ്പർ ഓഫ് ട്രിപ്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ, അങ്ങനെയായിരുന്നു ചോയ്സസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസയർ ലൈൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ സ്ട്രെയിറ്റ് ലൈൻ കണക്ടിങ് ദ ഒറിജിൻ പോയിന്റ്സ് വിത്ത് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മുടെ ഒറിജിൻ പോയിന്റ്സും ഡെസ്റ്റിനേഷൻ പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസിനാണ് ഡിസയർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസയർ ലൈൻസിന്റെ വിഡ്ത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ദ നമ്പർ ഓഫ് ട്രിപ്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആണ്. ഓക്കെ, എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ആ ഒരു വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് ഓഫ് ഡിസയർ ലൈൻസ് ഈസ് ഡ്രോൺ പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ട്രിപ്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ. പിന്നെ പൈ ചാർട്ട്സിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ കോണ്ടൂർ ലൈൻസ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഓഡി ഡാറ്റ കോണ്ടൂർ ലൈൻസ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡിസയർ ലൈൻസ് ആണ്. Then next study is speed studies. സ്പീഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ സ്പീഡിനെ മെയിൻ ആയിട്ട് ട്രാവൽ ടൈം വെച്ചിട്ടാണ് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുന്നത്. ട്രാവൽ ടൈം റെസിപ്രോക്കൽ ഓഫ് സ്പീഡ് ആണല്ലോ ട്രാവൽ ടൈം എന്ന് പറയുന്നത്. So travel time is the reciprocal of speed and it gives how well the network is functioning. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ട്രെച്ചിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ റോഡിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആക്ച്വലി ഇപ്പൊ നമ്മളൊരു റോഡിൽ സർവേ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? രണ്ട് പോയിന്റ്സ് സെലക്ട് ചെയ്യും, രണ്ട് പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഡിസ്റ്റൻസ് നോട്ട് ചെയ്യും. ഇപ്പൊ 30 മീറ്റർ ആണെങ്കിൽ 30 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു റോഡ് സ്ട്രെച്ച് കൺസിഡർ ചെയ്യും. ദെൻ അതിന്റെ എൻട്രി പോയിന്റിൽ വെഹിക്കിൾ വരുന്ന ടൈം നോട്ട് ചെയ്യും. അതുപോലെ എക്സിറ്റ് പോയിന്റിൽ വെഹിക്കിൾ എക്സിറ്റ് ചെയ്യുന്ന ടൈം നോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഡിഫറൻസ് കാണുമ്പോൾ ട്രാവൽ ടൈം കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്താ സ്പീഡാണ് കിട്ടുന്നത്. അങ്ങനെയാണ് സാധാരണ സ്പീഡ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ ടൈം ആണ് മെയിൻ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ ടൈം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് റെസിപ്രോക്കൽ ഓഫ് സ്പീഡ്. ദെൻ ട്രാവൽ ടൈം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഗിവ്സ് ഹൗ വെൽ ദ നെറ്റ്വർക്ക് ഈസ് ഫംഗ്ഷനിങ്. ആ റോഡ് വർക്ക് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ട്രാവൽ ടൈം കൂടുതലാണെങ്കിൽ എന്താണ് അത് മീൻ ചെയ്യുന്നത്? അവിടെ ട്രാഫിക് കൺജഷൻ കൂടുതലായിരിക്കും എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ട്രാവൽ ടൈം ഇറ്റ് ഗിവ്സ് ഹൗ വെൽ ദ നെറ്റ്വർക്ക് ഈസ് ഫംഗ്ഷനിങ്. ഇനി സ്പീഡ് സ്റ്റഡീസിൽ
സ്പോർട്സ് സ്പീഡ്. സ്പോർട്സ് സ്പീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്പോർട്സ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ instantaneous speed of a vehicle at a specified location. Sport speed means it is the instantaneous speed of a vehicle at a specified location. ഒരു ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ റോഡിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ ആ ലൊക്കേഷനിൽ വെഹിക്കിൾ പാസ് ചെയ്യുന്ന ആ ഒരു ഗിവൺ ഇൻസ്റ്റന്റിൽ വരുന്ന സ്പീഡിനാണ് സ്പോർട്സ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പോർട്സ് സ്പീഡ് ഇസ് ദ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ അറ്റ് എ സ്പെസിഫൈഡ് ലൊക്കേഷൻ. ദെൻ രണ്ട് ടൈപ്പ് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാം. അതും ആവറേജ് ഓഫ് സ്പോർട്സ് സ്പീഡ് ആണ് നമ്മൾ ഡിസൈൻ പർപ്പസിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, സ്പേസ് മീൻ സ്പീഡ് ആൻഡ് ടൈം മീൻ സ്പീഡ്. So first one is time mean speed. So it is defined as the average speed of all vehicle passing a point on a highway over some specified time period. Okay, that is called time mean speed. ഒരു ഹൈവേയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ വെഹിക്കിൾ നമ്പർ ഓഫ് വെഹിക്കിൾസ് ട്രാവൽ ചെയ്യുന്നതിന്റെ ആവറേജ് സ്പീഡിനാണ് ടൈം മീൻ സ്പീഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് വെഹിക്കിൾ all vehicle passing a point on a highway over some specified time period. അപ്പൊ അതിൽ ഈ ടൈം സ്പീഡ് നമ്പർ ഓഫ് വെഹിക്കിൾ ഇപ്പോൾ ഒരു 10 നമ്പർ ഓഫ് വെഹിക്കിൾസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ആ 10 നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ സ്പീഡ് നമുക്കറിയാം 5 കിലോമീറ്റർ പെർ അവർ, 10 കിലോമീറ്റർ പെർ അവർ, 15 കിലോമീറ്റർ പെർ അവർ. ആ ഒരു ഡിഫറെന്റ് സ്പീഡിലാണ് അത് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ ആ 10 വെഹിക്കിൾസിന്റെ സ്പീഡിന്റെ ആവറേജിനാണ് എന്തെന്ന് പറയുന്നത് ടൈം മീൻ സ്പീഡ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഹൈവേയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമിനാണ് ടൈം മീൻ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ടൈം മീൻ സ്പീഡ് ഈക്വൽ ടു 1/n into sigma bi, where v is the time mean speed, v is the observed instantaneous speed. Okay, v is the vi ആണ് ട്ടോ, vt is the time mean speed, Vt is the time mean speed, Vi is the observed instantaneous speed, and N is the number of vehicles observed. So time mean speed is defined as the average speed of all vehicles passing a point on a highway over some specified time period. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക, സ്പീഡ്സ് എല്ലാം ടോട്ടൽ ചെയ്യുക, ഡിവൈഡ് ബൈ നമ്പർ ചെയ്യുക, ദാറ്റ് ഈസ് ടൈം മീൻ സ്പീഡ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അസിസ്റ്റന്റ് പ്രൊഫസർ സിവിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിന് ചോദിച്ചതായിരുന്നു. The spot speed observation in kilometer per hour are 50, 40, 60, 54, 45, 31, 72, 58, 43, 52, 46, 56, 60, 65, 33. അങ്ങനെ ഒരു 15 നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇതിൽ ആഡ് ചെയ്യാം, നോട്ടിൽ ആഡ് ചെയ്തേക്കാം, ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ. ദ സ്പോട്ട് സ്പീഡ് ഒബ്സർവേഷൻ ഇൻ കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞിട്ട് ഒരു 15 വെഹിക്കിൾസിന്റെ ഡിഫറൻറ്റ് സ്പീഡ് തന്നിട്ടുണ്ട്. ദെൻ ദ ടൈം മീൻ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്ത് പോകുന്നുണ്ട്, പെൻ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. ഞാൻ സ്പീഡ് ഒന്നുകൂടെ പറയാം, 50, 40, 40. നോട്ട് ചെയ്യുന്നുണ്ടോ, ചെയ്ത് നോക്കുന്നുണ്ടോ ടൈം മീൻ സ്പീഡ്? ആരും റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ.
ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്തു കേട്ടോ. 50, 50, then 40, 60, 54, 45, 31, 72, 58, 43, 52, 46, 56, 60, 65, and 33. Fifty, 40, 60, 54, 45, 31, 72, 58, 43, 52, 46, 56, 60, 65, and 33. എത്ര കിട്ടിയ ടൈം മീൻ സ്പീഡ്? ആൻസർ എന്ത് ചെയ്താൽ മതി? 15. ആൻസർ ഈസ് 51. കറക്റ്റ്. ആൻസർ ഈസ് 51. So the time mean speed is kilometer per hour is 51 meter. 51 kilometer per hour. 51 ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ടൈം മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈം മീൻ സ്പീഡ് ചോദിച്ചാൽ എത്ര നമ്പർ ഓഫ് എത്ര സ്പീഡ് തന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം സം കാണുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെഹിക്കിൾസ് ചെയ്യുക കേട്ടോ. ദെൻ അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ സ്പേസ് മീൻ സ്പീഡ് ആണ്. സോ സ്പേസ് മീൻ സ്പീഡ് ഈസ് ഡിഫൈൻഡ് ആസ് the average speed of all vehicle occupying a given section of highway at any time. That is called space mean speed. Space mean speed is defined as the average speed of all vehicles occupying a given section of highway at any time. So ഈ ഒരു സ്പേസ് മീൻ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ അതൊരു സ്പേസിൽ വരുന്ന സ്പീഡാണ് പറയുന്നത്. സ്പേസ് മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ടൈം മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു സ്പീഡിനെ വെച്ചിട്ടാണ് ടൈം മീൻ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്പേസ് മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് സ്ട്രെച്ച് ഒരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ റോഡിൽ ഒരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന വെഹിക്കിൾസിന്റെ ആവറേജ് സ്പീഡിനാണ് സ്പേസ് മീൻ സ്പീഡ് എന്ന് പറയുന്നത്. ഈ സ്പേസ് മീൻ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ആ മെത്തേഡ്, ഒരു റോഡ് സ്ട്രെച്ച് നമ്മൾ കൺസിഡർ ചെയ്യും. ആ സ്ട്രെച്ചിന്റെ ഡിസ്റ്റൻസ് 30 മീറ്റർ, അങ്ങനെ ഒരു പർട്ടിക്കുലർ 30 or 50 മീറ്റർ അങ്ങനെ ഒരു ഡിസ്റ്റൻസിലുള്ള റോഡ് സ്ട്രെച്ച് കൺസിഡർ ചെയ്യും. ദെൻ അവിടെ എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റിലും ഒബ്സർവേഴ്സ് നിന്നിട്ട് വെഹിക്കിള് എൻട്രി പോയിന്റ് പാസ് ചെയ്യുന്ന ടൈമും എക്സിറ്റ് പോയിന്റ് പാസ് ചെയ്യുന്ന ടൈമും നോട്ട് ചെയ്യും. ദെൻ അതിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ വെഹിക്കിളിന്റെ നമ്പർ ഓഫ് ട്രാവൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾ നമ്മുടെ ആ ഒരു സ്റ്റഡി ടൈമിൽ പോകുന്നുണ്ടോ അത്രയും നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ ട്രാവൽ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പേസ് മീൻ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് VT ഈക്വൽ ടു 3.6 dn divided by sigma TI. That means where D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, റോഡ് സ്ട്രെച്ചിന്റെ ഡിസ്റ്റൻസ് ആണ്. 30 മീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്, 30 മീറ്റർ. N എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതാണ് N എന്ന് പറയുന്നത്. ഇനി സിഗ്മ TI എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20 നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് പോയതെങ്കിൽ ആ 20 നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ ട്രാവൽ ടൈമിന്റെ സം ആണ് സിഗ്മ T എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പേസ് മീൻ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VT ഈക്വൽ ടു 3.6 dn divided by sigma TI. 3.6 dn divided by sigma TI, where D is the distance of road stretch. എത്രയാണോ എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി റോഡ് സ്ട്രെച്ച് എടുക്കുന്നത് ആ ഒരു ഡിസ്റ്റൻസ് ആണ് D എന്ന് പറയുന്നത്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ദെൻ സിഗ്മ TI എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് പാസ് ചെയ്തിട്ടുള്ള ആ നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ ട്രാവൽ ടൈമിന്റെ സമ്മിനാണ് സിഗ്മ TI എന്ന് പറയുന്നത്. സ്പോർട്സ് സ്പീഡ് നമ്മൾ രണ്ട് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ടൈം മീൻ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ സ്പേസ് മീൻ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യാം. സ്പോർട്സ് മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റിൽ വരുന്ന ആ ഒരു സ്പീഡിനാണ് സ്പോർട്സ് മീൻ സ്പീഡ് എന്ന് പറയുന്നത്. സ്പോർട്സ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ,
Then next type is running speed. So running speed is the average speed maintained over a particular course while the vehicle is moving and is found by dividing the length of course by the time duration to the vehicle was in motion. അതായത് റണ്ണിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സെയിം ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. അതായത് രണ്ട് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഒറിജിൻ ഡെസ്റ്റിനേഷൻ കൺസിഡർ ചെയ്താൽ അതിന്റെ ലെങ്ത് നമുക്കറിയാം 1 കിലോമീറ്റർ ആണെങ്കിൽ ആ 1 കിലോമീറ്റർ ലെങ്ത് പാസ് ചെയ്യാനായിട്ട് എടുത്ത ടൈം ഡ്യൂറേഷൻ നോട്ട് ചെയ്യും. ദെൻ ദാറ്റ് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ഡ്യൂറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് റണ്ണിങ് സ്പീഡ് കിട്ടും. അത് വെഹിക്കിൾ ഇൻ മോഷനിലുള്ളപ്പോഴാണ്. അപ്പൊ അത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷൻ പോകുന്നത് വരെ കുറെ ഡിലേസ് വരാം. സിഗ്നൽ ഉണ്ടെങ്കിൽ സിഗ്നലിന്റെ അവിടെ നമുക്ക് നിർത്തിടണം, അതല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പെഡസ്ട്രിയൻ ക്രോസിംഗിന്റെ അവിടെ ഉണ്ടെങ്കിൽ അവിടെ വെഹിക്കിൾ നിർത്തിയിടും. അങ്ങനെയുള്ള ഡിലേസ് വരും. അപ്പൊ ഈ ഡിലേസ് മൈനസ് ചെയ്തിട്ട് എപ്പോഴാണ് വെഹിക്കിൾ മോഷനിലിരിക്കുന്നത് ആ മോഷനിലിരിക്കുന്ന ടൈം കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതാണ് റണ്ണിങ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ഡ്യൂറേഷൻ ദ വെഹിക്കിൾ വാസ് ഇൻ മോഷൻ, അത് നോട്ട് ചെയ്യുക. ഓക്കെ, റണ്ണിങ് സ്പീഡ് is the average speed maintained over a particular course while the vehicle is moving and is found by dividing the length of the course by time duration by the time duration the vehicle was in motion. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആക്ച്വൽ ജേർണി ടൈം എടുക്കും. ആക്ച്വൽ ജേർണി ടൈമിൽ നിന്ന് ഡിലേ ടൈം മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് റണ്ണിങ് ടൈം കിട്ടും. അപ്പോൾ ദാറ്റ് ലെങ്ത് ഡിവൈഡഡ് ബൈ ദാറ്റ് റണ്ണിങ് ടൈം ചെയ്യുമ്പോൾ റണ്ണിങ് സ്പീഡ് കിട്ടും. നെക്സ്റ്റ് വൺ ജേർണി സ്പീഡ്. ജേർണി സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിലേയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വരുന്ന ടോട്ടൽ ലെങ്ത് ഓഫ് റോഡ് സ്ട്രെച്ച് ഡിവൈഡഡ് ബൈ ജേർണി ടൈം ചെയ്യുന്നതാണ് ജേർണി സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓവറോൾ സ്പീഡ് ഓർ ട്രാവൽ സ്പീഡ് എന്ന് പറയുന്നത്. So journey speed is the effective speed of the vehicle on a journey between 2 points and is the distance between the 2 points divided by the total time taken for the vehicle to complete the journey including any stopped time. അപ്പൊ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ആ ഡിലേയും കൂടെ കൂടിയിട്ട് വരുന്നത് ദാറ്റ് ഈസ് ആക്ച്വൽ ജേർണി ടൈം. രണ്ട് പോയിന്റിൽ ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷൻ എത്താനുള്ള ആ ഒരു ജേർണി ടൈം ഡിലേയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ആ ടൈം കൊണ്ട് ടോട്ടൽ ലെങ്തിനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് ജേർണി സ്പീഡ് ഓർ ഓവറോൾ സ്പീഡ്, അതല്ലെങ്കിൽ ട്രാവൽ സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് സ്റ്റഡീസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സ്പോർട്സ് സ്പീഡ് സ്റ്റഡി. അപ്പോൾ സ്പോർട്സ് സ്പീഡ് സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് വേണ്ടിയാണ് സ്പോർട്സ് സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിലാണ് എന്ത് ടൈം മീൻ സ്പീഡും സ്പേസ് മീൻ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി റണ്ണിങ് സ്പീഡും അതുപോലെ ജേർണി സ്പീഡ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, so the sports speed study are used to determine the speed characteristics of a traffic stream at a specified location along the roadway. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ to plan traffic control and regulation for the geometric design, to decide the design speed, and for the accident studies, to study the traffic capacity, to find speed trends, and to compare diverse types of drivers and vehicles. ഇത്രയാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഓർത്തിരിക്കുക. സ്പോർട്സ് സ്പീഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പോർട്സ് സ്പീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടൈം മീൻ സ്പീഡ് ഇൻ ടേംസ് ഓഫ് ടൈം മീൻ സ്പീഡ് ഓർ സ്പേസ് മീൻ സ്പീഡ്. ഇനി മെഷർമെന്റ് ഓഫ് സ്പോർട്സ് സ്പീഡ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ സ്പോർട്സ് സ്പീഡ് എന്താണത്? എനോസ്കോപ്പ്. എപ്പോഴും ചോദിക്കുകയാണ് പി എസ് സി കേട്ടോ. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ സ്പോർട്സ് സ്പീഡ് ദാറ്റ് ഈസ് എനോസ്കോപ്പ്. അത് മാനുവൽ മെത്തേഡ്സിലാണ് എനോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ മെക്കാനിക്കൽ മെത്തേഡ്സ് ആണെങ്കിൽ സ്പോർട്സ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ റഡാർ, സ്പീഡോമീറ്റർ, ദെൻ ഫോട്ടോഗ്രാഫിക് മീറ്റർ എക്സെട്ര. അപ്പോൾ സ്പീഡോമീറ്റർ യൂസ് ചെയ്യാം. പിന്നെ കൂടുതലും ഇൻസ്റ്റന്റ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് റഡാർ സ്പീഡ് മീറ്റർ. എനോസ്കോപ്പ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. എനോസ്കോപ്പ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ സ്പോർട്സ് സ്പീഡ്. ഇനി സ്പോർട്സ് സ്പീഡ് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്താൽ അത് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് സ്പീഡ് ഓഫ് വെഹിക്കിൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് അരിത്മെറ്റിക് മീൻ എടുക്കും. എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് വരുന്നുണ്ട്, ദെൻ അതിന്റെ എല്ലാം സ്പീഡിന്റെ സം ചെയ്തിട്ട് അത് നമ്പർ ഓഫ് വെഹിക്കിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ എന്താണ് ആവറേജ് സ്പീഡ് ഓഫ് വെഹിക്കിൾ കിട്ടും. ആ ഒരു പർട്ടിക്കുലർ സ്ട്രീമിന്റെ ആവറേജ് സ്പീഡ് കിട്ടും.
ഇനി അതല്ലാതെ നമുക്ക് എന്താണ് ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്ന് ഡിഫറെന്റ് പെർസെന്റേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യും. അത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു ഡിസൈൻ സ്പീഡ്, ഒരു റോഡിന്റെ റോഡ് വേയുടെ ഡിസൈൻ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനും അവിടെ എത്രയാണ് അപ്പർ സ്പീഡ് ലിമിറ്റ് കൊടുക്കാൻ പറ്റുമോ, എത്രയാണ് അവിടുത്തെ ലോവർ സ്പീഡ് ലിമിറ്റ്, അതായത് സ്പീഡ് റെഗുലേഷൻ സെറ്റ് ചെയ്യാനും അതുപോലെ ജോമെട്രിക് ഡിസൈൻ ചെയ്യാനുമായിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യുമുലേറ്റീവ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ പെർസെന്റേജ് സ്പീഡ് കണ്ടുപിടിക്കുകയാണ് അതിൽ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ഗ്രാഫിൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നമുക്ക് കിട്ടുന്നേ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ സ്പോട്ട് സ്പീഡ് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്, നമ്പർ ഓഫ് വെഹിക്കിൾസ്, നമ്പർ ഒബ്സർവേഷൻസ് നോക്കും, എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. ദെൻ ആ ഓരോ വെഹിക്കിളിന്റെ സ്പീഡ് നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഡിഫറെന്റ് റേഞ്ചിലുള്ള സ്പീഡിലായിരിക്കും ഓരോ വെഹിക്കിൾസ് അതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ 10 കിലോമീറ്റർ സ്പീഡിൽ പാസ് ചെയ്യുന്ന വെഹിക്കിൾ ഉണ്ടാവും, 20 കിലോമീറ്റർ സ്പീഡിൽ, 25 കിലോമീറ്റർ, 30 കിലോമീറ്റർ, ദെൻ 80, അങ്ങനെ ഡിഫറെന്റ് സ്പീഡ്സിൽ പാസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ടാബുലർ ഫോമിൽ സ്പീഡിന്റെ റേഞ്ച് കാണിക്കും. ഓക്കെ, സ്പീഡിന്റെ റേഞ്ച് കാണിക്കും. അപ്പൊ 0 to 10 കിലോമീറ്റർ പെർ അവറിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ടെന്നുള്ള നോട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് റേഞ്ച്, സ്പീഡ് റേഞ്ച് എന്ന് പറഞ്ഞൊരു കോളം, അതിൽ 0 to 10 കിലോമീറ്റർ പെർ അവർ. ദെൻ നെക്സ്റ്റ് കോളത്തിൽ ഫ്രീക്വൻസി ഓർ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒബ്സർവ്ഡ്. സ്പീഡ് റേഞ്ച്, then number of vehicles. Okay, so 0 to 10 kilometer per hour 5 number of vehicle, then 10 to 20 10 kilometer per hour per 10 numbers of vehicle, then 20 to 30 അങ്ങനെ ഡിഫറെന്റ് സ്പീഡ് റേഞ്ചിൽ പോകുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസ് അല്ലെങ്കിൽ അവരുടെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അപ്പൊ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ സ്പീഡ് റേഞ്ചും സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവറും, ദെൻ അതുപോലെ വൈ ആക്സിസിൽ അതിന്റെ പെർസെന്റേൽ വെഹിക്കിൾ അറ്റ് ഓർ ബിലോ ദ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യില്ലേ, അതിന്റെ ക്യുമുലേറ്റീവ് വാല്യൂ എടുക്കും. ആ ക്യുമുലേറ്റീവ് വാല്യൂ വെച്ചിട്ട് ഇവിടെ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യും. ദെൻ അത് വെച്ച് നമ്മൾ ഈ ക്യുമുലേറ്റീവ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു എസ് കർവ് ആണ് കിട്ടുന്നത്. അത് ഈ ഒരു ഷേപ്പിലുള്ള എസ് കർവ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ കർവിൽ നിന്ന് 98% കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ്, ഓക്കെ, 98% കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ്, ദെൻ 85% കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ്, ദെൻ 15% കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ്. ഇങ്ങനെ 3 സ്പീഡ് ലിമിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിൽ 98% കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡിനാണ് ഡിസൈൻ സ്പീഡ് ഓഫ് ദാറ്റ് റോഡ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ആ റോഡിന്റെ ഡിസൈൻ സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ 80 ആണെങ്കിൽ ആ റോഡിന്റെ ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ദെൻ 85% കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അവിടുത്തെ അപ്പർ സ്പീഡ് ലിമിറ്റ് ആണ്. സ്പീഡ് റെഗുലേഷൻ സൈൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പർ സ്പീഡ് ലിമിറ്റ് ആണ്. അപ്പോൾ അവിടെ കിട്ടുന്നത് 60 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ അപ്പർ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ദെൻ 15% കറസ്പോണ്ടിങ് ആയിട്ട് നോട്ട് ചെയ്യുന്നത് ഇപ്പൊ 25 ആണ് കിട്ടുന്നതെങ്കിൽ അവിടുത്തെ ലോവർ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 25% ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ റോഡ് സ്ട്രെച്ചിന്റെ ലോവർ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 25% ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്പീഡ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് അതല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിനാണ് ക്യുമുലേറ്റീവ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യുമുലേറ്റീവ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പൊ 98% സ്പീഡും 85% സ്പീഡും ദെൻ 15% സ്പീഡും ആണ് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 98% സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു റോഡ് വേയുടെ ഡിസൈൻ സ്പീഡാണ്, അവിടുത്തെ ജോമെട്രിക് ഫീച്ചേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പീഡാണ് 98% സ്പീഡ് എന്ന് പറയുന്നത്. 85% സ്പീഡ് എന്ന് പറഞ്ഞാൽ അപ്പർ സ്പീഡ് ലിമിറ്റ് ആണ്, ദാറ്റ് ഇസ് സേഫ് സ്പീഡ് ലിമിറ്റ് എന്ന് കൂടെ പറയാം. ദെൻ 15% സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലോവർ സ്പീഡ് ലിമിറ്റ്. അത് ഓർത്തിരിക്കാം.
ദെൻ ഇനി ആ ഒരു റോഡ് വേയുടെ മോഡൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ മോഡൽ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ മോഡൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ് വരയ്ക്കുന്നത്. അപ്പൊ ഈ മോഡൽ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സ്പീഡ് അറ്റ് വിച്ച് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് വെഹിക്കിൾ ട്രാവൽ. ആ ഒരു റോഡ് വേയിൽ ഏറ്റവും കൂടുതൽ വെഹിക്കിൾസ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു സ്പീഡിനാണ് മോഡൽ സ്പീഡ് എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കും. അപ്പൊ അതിനും ഈ സെയിം ടേബിൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പീഡ് റേഞ്ച്, ദെൻ നമ്പർ ഓഫ് വെഹിക്കിൾ, അതല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയും. അപ്പൊ ആ നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പെർസെന്റേജ് ഫ്രീക്വൻസി ദെൻ ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഫ്രീക്വൻസി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഫ്രീക്വൻസിയും സ്പീഡും തമ്മിൽ വരയ്ക്കുന്ന ആ ഒരു കർവിനാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞിട്ട് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ നെക്സ്റ്റ് മോഡൽ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫാണ് സ്പീഡ് ഇൻ എക്സ് ആക്സിസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് സ്പീഡ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, ജസ്റ്റ് ഫ്രീക്വൻസി ഓഫ് സ്പീഡ് ഇൻ വൈ ആക്സിസ്. അപ്പൊ അങ്ങനെ വരയ്ക്കും. നമുക്ക് ഇതിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ് കിട്ടുന്നത്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ പീക്ക് വാല്യൂ, ആ പീക്ക് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡിനാണെന്ന് പറയുന്നത് മോഡൽ സ്പീഡ് ഓഫ് ദാറ്റ് റോഡ് വേ എന്ന് പറയുന്നത്. അപ്പൊ സ്പോട്ട് സ്പീഡ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പോട്ട് സ്പീഡ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് അരിത്മെറ്റിക് മീൻ കണ്ടാൽ മതി. പിന്നെ നമുക്ക് ആ ഒരു റോഡ് വേയുടെ ജോമെട്രിക് ഡിസൈന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ സ്പീഡ്, ദെൻ അപ്പർ സ്പീഡ് ലിമിറ്റും ദാറ്റ് ഈസ് സ്പീഡ് റെഗുലേഷൻ ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്ലോട്ട് ചെയ്യും. ദെൻ മോഡൽ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് നോട്ട് ചെയ്യും. ഇത്രയാണ് സ്പോട്ട് സ്പീഡ് സ്റ്റഡിയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡിയാണ്. സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡീസിൽ നമ്മൾ മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റണ്ണിങ് സ്പീഡ്, ദെൻ ഫ്ലക്ച്വേഷൻസ് ഇൻ സ്പീഡ്, ദെൻ ഓവറോൾ സ്പീഡ് ഓഫ് ദ ട്രാഫിക്, ദെൻ ഡിലേസ്, ദെൻ അതിന്റെ എന്തൊക്കെയാണ് കോസസ് വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിലേസിൽ മെയിൻ ആയിട്ട് ഫിക്സഡ് ഡിലേസും ഉണ്ട്, ഓപ്പറേഷണൽ ഡിലേസും ഉണ്ട്. ഫിക്സഡ് ഡിലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷനിലൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്ന ആ ഒരു സ്പീഡിനാണ് ഫിക്സഡ് ഡിലേസ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷണൽ ഡിലേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്നത്, അതായത് ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ വരുന്നതാണ് ഓപ്പറേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫിക്സഡ് ഓർ ഓപ്പറേഷണൽ ഡിലേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിക്സഡ് ഡിലേ എന്ന് പറയുന്നത് കൺട്രോൾഡ് ഇന്റർസെക്ഷൻസിൽ വെഹിക്കിൾസ് നിർത്തിയിടുമ്പോൾ അവിടെ വരുന്ന ഡിലേക്കാണ് ഫിക്സഡ് ഡിലേ എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷണൽ ഡിലേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ വെഹിക്കിൾസ് നിർത്തിയിടുന്നത്, അതുപോലെ ടേണിംഗ് മൂവ്മെന്റ്സ് വരുമ്പോൾ അവിടെ വെഹിക്കിൾസ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴൊക്കെയുണ്ടാവുന്ന ആ ഡിലേക്കാണ് ഓപ്പറേഷണൽ ഡിലേ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഓരോ ഡിലേയുടെയും സെപ്പറേറ്റ് നമുക്ക് എത്ര ടൈമിൽ ഡിലേ വരുന്നുണ്ട്, അതുപോലെ റണ്ണിങ് സ്പീഡ് എത്രയാണ്, ടോട്ടൽ ജേർണി സ്പീഡ് എത്രയാണ്, അങ്ങനെ ഓരോന്നും നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ. സോ അതിന് നീഡ് എന്ന് പറയുന്നത്, നീഡ് ഫോർ സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡീസ് എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ദ ലൊക്കേഷൻസ് ഓഫ് കൺജഷൻ, then to identify causes for delay and suggest improvement measures, then to get travel time before and after improvement, and to determine the level of service of the facility. ആ ഒരു റോഡ് വേ ലെവൽ ഓഫ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യാനും ദെൻ അതുപോലെ തന്നെ അവിടുത്തെ ട്രാവൽ ടൈം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇംപ്രൂവ്മെന്റ്, പിന്നെ എവിടേക്കാണ് ഡിലേ വരുന്നത്, ടു ഐഡന്റിഫൈ കോസസ് ഫോർ ഡിലേ ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെന്റ് മെഷേഴ്സ് ആൻഡ് ഓൾസോ ടു ഐഡന്റിഫൈ ലൊക്കേഷൻസ് ഓഫ് കൺജഷൻ. ഇത്രയും പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. ഡിഫറെന്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് കാർ മെത്തേഡ്, ലൈസൻസ് പ്ലേറ്റ് മെത്തേഡ്, ഇന്റർവ്യൂ ടെക്നിക്സ്, എലിവേറ്റഡ് ഒബ്സർവേഷൻ ആൻഡ് ഫോട്ടോഗ്രാഫിക് ടെക്നിക്സ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നെയിം ഓർത്തിരിക്കുക കേട്ടോ. സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന സ്പീഡ് ആൻഡ് ഡിലേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റഡീസ് ആണ് ഫ്ലോട്ടിംഗ് കാർ മെത്തേഡ്, ലൈസൻസ് പ്ലേറ്റ് മെത്തേഡ്, ഇന്റർവ്യൂ ടെക്നിക്, എലിവേറ്റഡ് ഒബ്സർവേഷൻ ആൻഡ് ഫോട്ടോഗ്രാഫിക് ടെക്നിക്സ്. ഇനി നെക്സ്റ്റ് ട്രാഫിക് സ്റ്റഡീസിൽ വരുന്നതാണ് പാർക്കിംഗ് സ്റ്റഡീസ്. അപ്പോൾ പാർക്കിംഗ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവിടുത്തെ പാർക്കിംഗ് ഡിമാൻഡ് കാൽക്കുലേറ്റ്, പാർക്കിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡീസിനാണ് പാർക്കിംഗ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ പാർക്കിംഗ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പാർക്കിംഗ് സ്പേസ് ഇൻവെന്ററി ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് പാർക്കിംഗ് സ്പേസ് ഇൻവെന്ററി എന്ന് നോക്കാം. ഇറ്റ്സ് എ മാപ്പ് ഷോയിങ് ഓൾ കർവ്സ് ആൻഡ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് ഫെസിലിറ്റീസ് ദാറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ്. ഓക്കെ, അതിനാണ് ഇതെന്ന് പറയുന്നത് പാർക്കിംഗ് സ്പേസ് ഇൻവെന്ററി എന്ന് പറയുന്നത്. മാപ്പ് ഷോയിങ് ഓൾ കർവ് ആൻഡ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് ഫെസിലിറ്റീസ്, ദാറ്റ് ഈസ് കോൾഡ് പാർക്കിംഗ് സ്പേസ് ഇൻവെന്ററി. ദെൻ
എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പാർക്കിംഗ് സ്പേസ് ഇൻവെന്ററി പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ട്രാഫിക് ഫ്ലോ അലോങ് അഡ്ജോയിനിങ് റോഡ്സ്, ദെൻ റോഡ്വേ കപ്പാസിറ്റി, പാർക്കിംഗ് ഡിമാൻഡ്, മാക്സിമം സ്പേസ് ദാറ്റ് ക്യാൻ ബി അവൈൽഡ് ഫോർ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് വെഹിക്കിൾ. ഇത്രയും കാര്യങ്ങളാണ് കൺസിഡർ ചെയ്തിട്ടാണ് പാർക്കിംഗ് സ്പേസ് ഇൻവെന്ററി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്താണ് പാർക്കിംഗ് ഡിമാൻഡ്? അതാണ് ഇമ്പോർട്ടൻറ്റ്. പാർക്കിംഗ് ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാർക്കിംഗ് ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാർക്കിംഗ് അക്യുമുലേഷൻ, പാർക്കിംഗ് ഡ്യൂറേഷൻ ആൻഡ് പാർക്കിംഗ് ടേൺ ഓവർ. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റഡി ചെയ്യുന്നത്. ഓൾസോ പാർക്കിംഗ് ഒക്യുപ്പൻസി. സോ പാർക്കിംഗ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ the total number of vehicles that are parked in a given area during a specified time period. That is called parking accumulation. Parking accumulation means it is the total number of vehicles that are parked in a given area during a specified time period. Then parking duration means length of time a vehicle spends in a parking space. അതൊക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആവുന്നുള്ളൂ. Then parking occupancy is the number of spaces occupied in a parking lot expressed as percentage of total parking spaces available. അപ്പോൾ പാർക്കിംഗ് ഒക്യുപ്പൻസി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സ്പേസസ് ഒക്യുപ്പൈഡ് ഇൻ എ പാർക്കിംഗ് ലോട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർക്കിംഗ് സ്പേസ് ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് പാർക്കിംഗ് ഒക്യുപ്പൻസി എന്ന് പറയുന്നത്. ദെൻ പാർക്കിംഗ് ടേൺ ഓവർ, നമ്പർ ഓഫ് ടൈംസ് എ പാർക്കിംഗ് സ്പേസ് ഹാസ് ബീൻ യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഡേ. ദാറ്റ് ഈസ് കോൾഡ് പാർക്കിംഗ് ടേൺ ഓവർ. ഇത്രയും കാര്യങ്ങളാണ് പാർക്കിംഗ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പാർക്കിംഗ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾ ദാറ്റ് ആർ പാർക്ക്ഡ് ഇൻ എ ഗിവൺ ഏരിയ ഡ്യൂറിംഗ് എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. എത്ര നമ്പർ ഓഫ് വെഹിക്കിൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനാണ് പാർക്കിംഗ് അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ടൈമിലേക്കാണ് അത് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്, ആ ഒരു പാർക്കിംഗ് സ്പേസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എത്ര ടൈമിലേക്കാണ്. ദ ലെങ്ത് ഓഫ് ടൈം ഓഫ് എ വെഹിക്കിൾ സ്പെൻഡ്സ് ഇൻ എ പാർക്കിംഗ് സ്പേസ്. ദെൻ പാർക്കിംഗ് ഒക്യുപ്പൻസി മീൻസ് number of space occupied in a parking lot divided by total parking space into 100. That is parking occupancy. Then parking turnover is the number of times a parking space has been used in during the day. ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പാർക്കിംഗ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പാർക്കിംഗ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് ലൈസൻസ് പ്ലേറ്റ് സർവേ. കോർഡൺ കൗണ്ട്സ്, ഓരോരുത്തും പോയിട്ട് നമ്മൾ എത്ര നമ്പർ ഓഫ് പാർക്കിംഗ് വെഹിക്കിൾസ് പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്പേഴ്സ് എടുക്കും, കോർഡൺ കൗണ്ട്സ്. ദെൻ യൂസർ ഇൻഫോർമേഷൻ സർവേസ്, ഡ്രൈവേഴ്സിനോടോ അവിടെയുള്ള സെക്യൂരിറ്റിനോടൊക്കെ നമുക്ക് ഇന്റർവ്യൂ ചെയ്തിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് യൂസർ ഇൻഫോർമേഷൻ സർവേസ് എന്ന് പറയുന്നത്. ഇനി പാർക്കിങ്ങിന്റെ കേസിൽ വരുന്നത് രണ്ട് ടൈപ്പ് പാർക്കിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്, ഓൺ സ്ട്രീറ്റ് ഓർ കർബ് പാർക്കിംഗ് ആൻഡ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ്. ഓൺ സ്ട്രീറ്റ് ഓർ കർബ് പാർക്കിംഗ് ആൻഡ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ്. അപ്പൊ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നത്, കർബിൽ പാർക്ക് ചെയ്യുന്നതാണ് ഓൺ സ്ട്രീറ്റ് ഓർ കർബ് പാർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറെന്റ് വേറെ ഒരു പ്രത്യേക സ്പേസിൽ പാർക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് റോഡ് ട്രാഫിക്കിൽ നിന്ന് മാറിയിട്ട് അലോട്ട് ചെയ്യുന്ന ആ ഒരു സ്പേസിനാണ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് എന്ന് പറയുന്നത്. So curb parking means vehicles are parked on the curb. അത് നമുക്ക് ആംഗിൾ പാർക്കിംഗ് ആൻഡ് പാരലൽ പാർക്കിംഗ് ചെയ്യും. പാരലൽ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ റോഡിന്റെ സെന്റർ ലൈനിൽ പാരലൽ ആയിട്ട് പാർക്ക് ചെയ്യുന്നതാണ് പാരലൽ പാർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് റോഡിന്റെ സെന്റർ ലൈനിൽ പാരലൽ ആയിട്ട് കർബിൽ പാർക്ക് ചെയ്യുന്നതിനാണ് പാരലൽ പാർക്കിംഗ് എന്ന് പറയുന്നത്. ആംഗിൾ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ആയിട്ട് പാർക്ക് ചെയ്യുന്നതാണ്. അത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയിൽ ആംഗിൾ പാർക്കിംഗ് ചെയ്യാം. Then off-street parking means it is the areas exclusively allotted for parking which will be at some distance away from the mainstream of traffic. അപ്പോൾ ട്രാഫിക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു പ്രത്യേക സ്പേസ്, ഒരു സ്പെസിഫൈഡ് ഏരിയ പാർക്കിങ്ങിന് വേണ്ടി അലോട്ട് ചെയ്യുന്നതാണ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് പാർക്കിംഗ് ലോട്ട്സ്, മൾട്ടിഫ്ലോർ പാർക്കിംഗ് കാരേജസ് എക്സെട്ര. അത്രയാണ് പാർക്കിംഗ് സ്റ്റഡീസിൽ വരുന്നത്. അപ്പൊ എന്താണ് പാർക്കിംഗ് ഡിമാൻഡും പാർക്കിംഗ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പഠിക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റഡി, ട്രാഫിക് സ്റ്റഡി എന്ന് പറയുന്നത് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക് ട്രാഫിക് മാനോവേഴ്സ്.
അതാണ് മെയിൻ ആയിട്ട് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ബേസിക് ട്രാഫിക് മാനോവേഴ്സിൽ വരുന്നത് ഡൈവേർജിങ്, ടേണിംഗ് മൂവ്മെന്റ് ആണ് പറയുന്നത്. ഡൈവേർജിങ്, മെർജിങ്. ടേണിംഗ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രീമിൽ നിന്ന് നെക്സ്റ്റ് വേറൊരു ലൈനിലേക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്നതാണ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ലൈനിൽ നിന്ന് വേറെ ലൈനിലേക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്നതാണ് ഡൈവേർജിങ് എന്ന് പറയുന്നത്. ദെൻ മെർജിങ് എന്ന് പറഞ്ഞാൽ മെയിൻ ട്രാഫിക് ലൈനിലേക്ക് വേറൊരു അഡ്ജസന്റ് ലൈനിൽ നിന്ന് മെർജ് ചെയ്ത് വരുന്നതിനാണ് മെർജിങ് ട്രാഫിക് മാനുവർ എന്ന് പറയുന്നത്. ദെൻ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വെഹിക്കിൾസ് ജംഗ്ഷനിലൊക്കെ ക്രോസ് ചെയ്ത് വരുന്നതാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ദെൻ വീവിംഗ് മീൻസ് ഒബ്ലിഗലി ക്രോസ് ചെയ്യുന്നതിനാണ് വീവിംഗ് എന്ന് പറയുന്നത്. ഒബ്ലിക് ഡയറക്ഷനിൽ ക്രോസ് ചെയ്ത് പോകുന്നതിനാണ് എന്ന് പറയുന്നത് വീവിംഗ് എന്ന് പറയുന്നത്. ബേസിക് ട്രാഫിക് മാനേഴ്സിൽ വരുന്ന ഡൈവേർജിങ്, മെർജിങ്, ക്രോസിംഗ് ആൻഡ് വീവിംഗ്. So weaving means vehicle moves obliquely across the path of another vehicle moving in the same direction. അപ്പോൾ ഒരു സ്മോൾ ആംഗിൾ മേക്ക് ചെയ്തിട്ട് അത് ക്രോസ് ചെയ്യുന്നതിനാണ് വീവിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ വേറെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ലെയിൻ ചേഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ലെയിൻ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ നിന്ന് വേറൊരു ലൈനിലേക്ക്, അഡ്ജസ്റ്റന്റ് ലൈനിലേക്ക് വെഹിക്കിൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ലെയിൻ ചേഞ്ചിങ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് എ വെഹിക്കിൾ ഫ്രം വൺ ട്രാഫിക് ലൈൻ ടു ദ നെക്സ്റ്റ് അഡ്ജസ്റ്റന്റ് ട്രാഫിക് ലൈൻ ഈസ് കോൾഡ് ലെയിൻ ചേഞ്ചിങ്. അപ്പൊ ആ ലെയിൻ ചേഞ്ചിങ്ങിൽ വരുന്ന മാനോവേഴ്സ് ആണ് ഈ ഡൈവേർജിങ് ആൻഡ് മെർജിങ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു ട്രാഫിക് ലൈനിൽ നിന്ന് നെക്സ്റ്റ് ട്രാഫിക് ലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വെഹിക്കിൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ലെയിൻ ചേഞ്ചിങ് എന്ന് പറയുന്നത്. അത് ഡൈവേർജിങ് ആവും, അതുപോലെ മെർജിങ് ആവും. ഇത്രയും ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് ട്രാഫിക്. ഇതുകൂടാതെ ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് ടേംസ് ആണ് ടൈം ഹെഡ്വേ ആൻഡ് സ്പേസ് ഹെഡ്വേ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷന്റെ ഡിസൈനിനൊക്കെ വേണ്ടിയിട്ടാണ് അതിന്റെ ക്യൂ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ടൈം ഹെഡ്വേ അതല്ലെങ്കിൽ സ്പേസ് ഹെഡ്വേ എന്ന് പറയുന്ന ആ ഒരു ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ടൈം ഹെഡ്വേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു സക്സസീവ് വെഹിക്കിൾ വെൻ ദേ ക്രോസ് അറ്റ് എ ഗിവൺ പോയിന്റ്. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് രണ്ട്. is the time difference between any two successive vehicle when they cross at a given point. ഒരു റോഡിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫസ്റ്റ് വെഹിക്കിൾ ക്രോസ് ചെയ്ത് പോയി, അപ്പൊ ആ ഒരു ടൈം മുതൽ നെക്സ്റ്റ് വെഹിക്കിൾ ക്രോസ് ചെയ്യുന്ന ടൈം വരെയുള്ള ആ ഒരു ഡ്യൂറേഷൻ ആണ് ടൈം ഹെഡ്വേ എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു സക്സസീവ് വെഹിക്കിൾസ് when they cross at a given point, that is called time headway. മെയിൻ ആയിട്ട് സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷണൽ ഡിസൈൻ ആണ് നമ്മൾ ടൈം ഹെഡ്വേ അതുപോലെ തന്നെ സ്പേസ് ഹെഡ്വേ സ്റ്റഡി ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ സ്പേസ് ഹെഡ്വേ എന്ന് പറഞ്ഞാൽ സെയിം ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ corresponding points of two successive vehicles at a given time. റോഡിൽ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷന്റെ കേസിലാണെങ്കിൽ നമ്മളിപ്പോ സ്റ്റോപ്പ് ലൈൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് വെഹിക്കിളിന്റെ ഫ്രണ്ട് പോർഷൻ, അതായത് ഫ്രണ്ട് ബമ്പർ പാസ് ചെയ്യുന്ന ആ ഒരു ടൈം, ആ ഒരു ഫസ്റ്റ് വെഹിക്കിൾ ഇവിടെ ടച്ച് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഇത് മുതൽ അതിന്റെ തൊട്ട് പുറകിൽ വരുന്ന വെഹിക്കിളിന്റെ, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ബമ്പർ ടു ബമ്പർ ഡിസ്റ്റൻസിനാണ് സ്പേസ് ഹെഡ്വേ എന്ന് നമുക്ക് പറയാം. അതായത് ഈ ഫസ്റ്റ് വെഹിക്കിളിന്റെ ബമ്പറാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റോപ്പ് ലൈനിൽ എത്തുന്ന ആ ഒരു ടൈം മുതൽ അതിന്റെ പുറകിൽ തൊട്ട് പുറകിൽ വന്ന സക്സസീവ് വെഹിക്കിളിന്റെ ആ ബമ്പർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനാണ് സ്പേസ് ഹെഡ്വേ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്ന സ്പേസ് ഹെഡ്വേ എന്ന് പറയുന്നത് ഫസ്റ്റ് ആദ്യം, അതായത് തൊട്ട് മുമ്പിലുള്ള വെഹിക്കിൾ, ആ ലീഡർ വെഹിക്കിളിന്റെ വെഹിക്കിൾ ലെങ്ത് പ്ലസ് ദെൻ അതിന് തമ്മിലുള്ള സ്പേസിങ്,
ഗ്യാപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കും സ്പേസ് ഹെഡ്വേ എന്ന് പറയുന്നത്. ഇത് മെഷർ ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ നമുക്ക് മെഷർ ചെയ്യാം, അതല്ലെങ്കിൽ ഈ റിയർ ബമ്പർ ടു റിയർ ബമ്പർ മെഷർ ചെയ്യാൻ പറ്റും. സോ ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് ട്രാഫിക് മാനോവേഴ്സ് സ്റ്റഡി ചെയ്യും. ട്രാഫിക് മാനോവേഴ്സ് എന്ന് പറയുമ്പോൾ ഡൈവേർജിങ്, മെർജിങ്, ക്രോസിംഗ് ആൻഡ് വീവിങ്. ദെൻ അതുപോലെ പിന്നെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് അവിടെ സ്പേസ് ഹെഡ്വേ ആൻഡ് ടൈം ഹെഡ്വേ. ടൈം ഹെഡ്വേ എന്ന് പറഞ്ഞാൽ രണ്ട് time difference between any two successive vehicles when they cross at a given point. Time difference ആണ് പറയുന്നത്. സ്പേസ് ഹെഡ്വേയുടെ കേസിലാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓഫ് ടു സക്സസീവ് വെഹിക്കിൾസ് അറ്റ് എ ഗിവൺ ടൈം. ദാറ്റ് ഈസ് കോൾഡ് സ്പേസ് ഹെഡ്വേ. ദെൻ ലൈൻ ചേഞ്ചിങ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് വെഹിക്കിൾ ഫ്രം വൺ ലൈൻ ടു ദ അഡ്ജസന്റ് ലൈൻ ഈസ് കോൾഡ് ലൈൻ ചേഞ്ചിങ്. അതിൽ വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെയിം മെർജിങ് ആൻഡ് ഡൈവേർജിങ് ഓപ്പറേഷൻ ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സിന്റെ കേസിൽ ഓർക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ട്രാഫിക് കപ്പാസിറ്റി. അപ്പൊ അതിന് മുമ്പ് ഞാൻ പാസഞ്ചർ കാർ യൂണിറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ പറയാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനൊന്ന് പറഞ്ഞു തരുന്നു എന്താണ് പാസഞ്ചർ കാർ എന്നുള്ളത്. ട്രാഫിക് വോളിയം മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ ആണെങ്കിൽ, അതായത് ഹെട്രോജീനിയസ് ട്രാഫിക് കണ്ടീഷൻ ആണെങ്കിൽ ട്രാഫിക് വോളിയം നമ്മൾ PCU പെർ അവർ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. വെഹിക്കിൾ പെർ അവർ ആണ് ട്രാഫിക് വോളിയത്തിന്റെ യൂണിറ്റ് എങ്കിലും നമ്മുടെ കണ്ടീഷനിൽ, ഇന്ത്യൻ കണ്ടീഷൻസിൽ അതുപോലെ ഹെട്രോജീനിയസ് കണ്ടീഷനിൽ നമ്മൾ ട്രാഫിക് വോളിയം യൂണിറ്റ് പറയുന്നത് PCU ആണ്. അപ്പൊ ഈ പാസഞ്ചർ കാർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എ പാസഞ്ചർ കാർ യൂണിറ്റ് or also called passenger car equivalent. It's a measure of the impact that a class of vehicle such as car, bus, motorcycle, etc. has on traffic variable such as headway, speed, density compared to a single standard passenger car. അപ്പോൾ different classes of vehicles ട്രാഫിക്കിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്ട് ഒരു പാസഞ്ചർ കാറിന്റെ ആ ഒരു സിംഗിൾ പാസഞ്ചർ കാറിന്റെ ആ ടൈമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനാണ് PCU എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൺവേർട്ട് ചെയ്യാനായിട്ട് വാല്യൂസ് ഉണ്ട്, സ്റ്റാറ്റിക് PCU വാല്യൂസ് ഉണ്ട്. അത് കാർ ആണെങ്കിൽ 1 ആണ്, കാരണം പാസഞ്ചർ കാറിന്റെ യൂണിറ്റിലേക്ക് തന്നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. കാറിന്റെ PCU വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ മോട്ടോർ സൈക്കിളിന്റെ എന്ന് പറയുന്നത് 0.5, ബൈസൈക്കിൾ 0.2, ദെൻ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ 2.2, ബസ് ഓർ ട്രക്ക് ആണെങ്കിൽ 3.5. 3യും IRC സ്റ്റാറ്റിക് PCU വാല്യൂ 3 ആയിട്ട് എടുക്കാറുണ്ട്. ദെൻ 3 വീലേഴ്സ് ആണെങ്കിൽ 0.8. അങ്ങനെയാണ് വാല്യൂസ് വരുന്നത്, പാസഞ്ചർ കാർ യൂണിറ്റ് വാല്യൂസ് വരുന്നത്. അപ്പോൾ ഈ ഏതൊക്കെ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഉണ്ടോ ആ വെഹിക്കിൾസിനെ ഏതൊക്കെ ക്ലാസസ് ഓഫ് വെഹിക്കിൾസ് ഉണ്ടോ ആ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് വെഹിക്കിളിനെ ഒരു സിംഗിൾ പാസഞ്ചർ കാർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് പാസഞ്ചർ കാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് പാസഞ്ചർ കാർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രാഫിക് കപ്പാസിറ്റി ആണ്. ട്രാഫിക് കപ്പാസിറ്റിയിൽ നമ്മൾ നോക്കുന്നത്, ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് റോഡ്വേ ടു അക്കോമഡേറ്റ് ട്രാഫിക് വോളിയം. ഓക്കെ, അപ്പൊ അവിടെയുള്ള നമ്പർ ഓഫ് വെഹിക്കിൾസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു പർട്ടിക്കുലർ ട്രാഫിക് റോഡിൽ വരുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ആ റോഡ്വേയുടെ എബിലിറ്റിക്കാണ് ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. Traffic capacity is the ability of roadway to accommodate the traffic volume. That is called traffic capacity. Then traffic capacity നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ തന്നെ വരുന്നതാണ് ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ട്രാഫിക് ഡെൻസിറ്റി is the number of vehicle occupying a unit length of road at any instant. അതിന് യൂണിറ്റ് ഓർത്തിരുന്നാൽ തന്നെ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. വെഹിക്കിൾ പെർ കിലോമീറ്റർ റോഡ് സ്ട്രെച്ചിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് വരുന്നുണ്ട്. ഓക്കെ, അതിനാണ് ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. പെർ അവറിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് വരുന്നുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ട്രാഫിക് വോളിയം. ആ യൂണിറ്റ് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. വെഹിക്കിൾ പെർ അവർ, അതായത് പെർ അവറിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് വരുന്നുണ്ട്, അതിനാണ് ട്രാഫിക് വോളിയം എന്ന് പറയുന്നത്. ദെൻ പെർ കിലോമീറ്ററിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾ അവിടെ വരുന്നുണ്ട്, അതിനാണ് എന്തെന്ന് പറയുന്നത്, ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ട്രാഫിക് ഡെൻസിറ്റി ഇസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾ ഓക്യുപ്പൈയിങ് എ യൂണിറ്റ് ലെങ്ത് ഓഫ് റോഡ് അറ്റ് എനി ഇൻസ്റ്റന്റ്. ദാറ്റ് ഈസ് കോൾഡ് ട്രാഫിക് ഡെൻസിറ്റി. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെഹിക്കിൾ പെർ കിലോമീറ്റർ ആണ്. അത് ലാസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാമിന്, ഇപ്പൊ ഈ ഫെബ്രുവരിയിൽ നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. PWD എക്സാമിന് ചോദിച്ചതായിരുന്നു. ട്രാഫിക് ഡെൻസിറ്റി ഈസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ കേട്ടോ. ട്രാഫിക് ഡെൻസിറ്റി ഈസ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെഹിക്കിൾ പാസിംഗ് എ പോയിന്റ് ഇൻ എ സ്പെസിഫിക്
ഡ്യൂറേഷൻ ഇൻ പെർ ലൈൻ പെർ ഡേ. ഓക്കെ, ചോയ്സ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെഹിക്കിൾ പാസിംഗ് എ പോയിന്റ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ഇൻ പെർ ലൈൻ പെർ ഡേ. ദെൻ ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെഹിക്കിൾ പാസിംഗ് എ പോയിന്റ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ പെർ അവർ. ദെൻ സി എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ പാസിംഗ് എ ഗിവൺ പോയിന്റ് ഇൻ 1 hour. ദെൻ ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെഹിക്കിൾ ഒക്യുപ്പൈഡ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എ റോഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ്. ഓക്കെ, നമ്പർ ഓഫ് വെഹിക്കിൾ ഒക്യുപ്പൈഡ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് റോഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ്. അപ്പൊ അതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒക്യുപ്പൈഡ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് റോഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ്. അപ്പൊ ട്രാഫിക് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഓർത്തിരുന്നാൽ തന്നെ മതി. വെഹിക്കിൾ പെർ കിലോമീറ്റർ, പെർ കിലോമീറ്റർ പെർ യൂണിറ്റ് ലെങ്ത്തിൽ വരുന്ന യൂണിറ്റ് ലെങ്ത് ഓഫ് റോഡിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾ വരുന്നുണ്ട്, അതിനാണ് ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ പെർ അവറിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് വരുന്നുണ്ട്, അതിനാണ് ട്രാഫിക് വോളിയം എന്ന് പറയുന്നത്. ട്രാഫിക് കപ്പാസിറ്റിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് PC വെഹിക്കിൾ പെർ അവർ പെർ ലൈൻ എന്നാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ട്രാഫിക് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ വെഹിക്കിൾ പെർ അവർ പെർ ലൈൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ PCU പെർ അവർ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റി ആണ് നമ്മൾ പറയുന്നത്. ബേസിക് കപ്പാസിറ്റി, പോസിബിൾ കപ്പാസിറ്റി ആൻഡ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. So first one is basic capacity. Basic capacity is the maximum number of passenger car that can pass a given point per unit time under ideal roadway and traffic condition. അപ്പോൾ തിയററ്റിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റിക്കാണ് ബേസിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഐഡിയൽ റോഡ് വേ ആൻഡ് ട്രാഫിക് കണ്ടീഷനില്ല, സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത്. കാരേജ് വേ വിട്ട്, അതുപോലെ അവിടുത്തെ റോഡ് വേ കണ്ടീഷനും ട്രാഫിക് കണ്ടീഷനും എല്ലാം സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ആയിരിക്കും. ആ ഒരു ഇതിൽ വരുന്ന മാക്സിമം നമ്പർ ഓഫ് പാസഞ്ചർ കാറിനാണ് ബേസിക് കപ്പാസിറ്റി അല്ലെങ്കിൽ തിയറിറ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആക്ച്വൽ കേസിൽ ഒരിക്കലും ആ ഒരു കപ്പാസിറ്റി വാല്യൂ ആയിരിക്കില്ല റോഡ് വേക്ക് വരുന്നത്. So basic capacity or theoretical capacity means it is the maximum number of passenger car that can pass a given point per unit time under ideal roadway and traffic condition. Ideal അതാണ് ഓർത്തിരിക്കേണ്ടത്. ബേസിക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഐഡിയൽ റോഡ് വേ ആൻഡ് ട്രാഫിക് കണ്ടീഷനിൽ വരുന്ന മാക്സിമം നമ്പർ ഓഫ് പാസഞ്ചർ കാറിനാണ് ബേസിക് കപ്പാസിറ്റി ഓർ തിയറിറ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി പോസിബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ ദാറ്റ് ക്യാൻ പാസ് എ ഗിവൺ പോയിന്റ് ഇൻ യൂണിറ്റ് ടൈം അണ്ടർ പ്രിവെയിലിംഗ് കണ്ടീഷൻ. ആ ഒരു സിറ്റുവേഷനിലെ കണ്ടീഷൻ വെച്ചിട്ട് അവിടെ വരുന്ന മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിളിന്റെ ആ ഒരു ഇതിന് പറയുന്നതാണ് പോസിബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പ്രിവെയിലിംഗ് കണ്ടീഷൻ, ആ റോഡ്വേയുടെ പ്രിവെയിലിംഗ് കണ്ടീഷൻ വെച്ചിട്ട് അവിടെ വരുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് പോസിബിൾ കപ്പാസിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. Then next one, practical capacity. Practical capacity is the maximum number of vehicles that can pass a point in unit time without any unreasonable delay, hazard, etc. under prevailing roadway and traffic condition. That is called practical capacity. അതായത് പ്രിവെയിലിംഗ് റോഡ് വേ കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ പോസിബിൾ കപ്പാസിറ്റിയും പ്രാക്ടിക്കൽ കപ്പാസിറ്റിയും തമ്മിൽ മാറിപ്പോകരുത്. പോസിബിൾ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അണ്ടർ പ്രിവെയിലിംഗ് കണ്ടീഷൻ എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അണ്ടർ ദ പ്രിവെയിലിംഗ് റോഡ് വേ ആൻഡ് ട്രാഫിക് കണ്ടീഷൻ വിത്തൗട്ട് കോസിംഗ് എനി അൺറീസണബിൾ ഡിലേ, ഹസാർഡ്, എക്സെട്ര. ദാറ്റ് ഈസ് കോൾഡ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. അപ്പോൾ ബേസിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എ റോഡ് വേ ടു അക്കോമഡേറ്റ് ദ ട്രാഫിക് വോളിയം, അതല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ that can pass a given point per unit time in a roadway. അതാണ് ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എത്ര നമ്പർ ഓഫ് മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിളിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ആ റോഡ് വേയുടെ കപ്പാസിറ്റിക്കാണ് ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് 3 ടൈപ്പ് ഉണ്ട്: ബേസിക് കപ്പാസിറ്റി, പോസിബിൾ കപ്പാസിറ്റി ആൻഡ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. ബേസിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കൽ കപ്പാസിറ്റിയാണ്. ഐഡിയൽ റോഡ് വേ ആൻഡ് ട്രാഫിക് കണ്ടീഷൻസ് വെച്ചിട്ട് അവിടെ വരുന്ന മാക്സിമം നമ്പർ ഓഫ് പാസഞ്ചർ കാർ അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസിനെയാണ് നമ്മൾ ബേസിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ പോസിബിൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പ്രിവെയിലിംഗ് റോഡ് വേ ആണ്, അവിടുത്തെ സിറ്റുവേഷൻ, ആ ഒരു റോഡ് വേയിൽ അപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് പ്രിവെയിലിംഗ് റോഡ് വേ ആൻഡ് ട്രാഫിക് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ പറയുന്ന മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസിനാണ് പോസിബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പ്രിവെയിലിംഗ് റോഡ് വേ കണ്ടീഷൻ ആണ്, ബട്ട് അവിടെ എന്താണ്
ഡിലേ വരാൻ പാടില്ല. ഓക്കെ, പ്രിവെയിലിംഗ് റോഡ് വേ ആൻഡ് ട്രാഫിക് കണ്ടീഷൻ ആണ് വിത്തൗട്ട് എനി അൺറീസണബിൾ ഡിലേ ആൻഡ് ഹസാർഡ്. Then that type of capacity is called practical capacity. So maximum number of vehicles that can pass a point in unit time without any without any unreasonable delay, hazard, etc. under prevailing roadway and traffic condition is called practical capacity. And it is also called design capacity. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. പ്രാക്ടിക്കൽ കപ്പാസിറ്റി ഈസ് ഓൾസോ കോൾഡ് ഡിസൈൻ കപ്പാസിറ്റി. അപ്പോൾ ഈ പ്രിവെയിലിംഗ് റോഡ് വേ കണ്ടീഷൻ ആണ് പറയുന്നത്. അതുപോലെ അവിടെ ഡിലേ അതുപോലെ വേറെ ആക്സിഡൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസിനെ ക്യാരി അക്കോമഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു പർട്ടിക്കുലർ റോഡ് വേയുടെ കപ്പാസിറ്റിക്കാണ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ പ്രാക്ടിക്കൽ കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് ഇതിനെ ഡിസൈൻ കപ്പാസിറ്റി എന്നൂടെ കൂട്ടി പറയൂ കേട്ടോ. ഡിസൈൻ കപ്പാസിറ്റി. പ്രാക്ടിക്കൽ കപ്പാസിറ്റി ഈസ് ഓൾസോ കോൾഡ് ഡിസൈൻ കപ്പാസിറ്റി. അതുകൊണ്ട് നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. തിയററ്റിക്കൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ് C = 1000 V/S. അപ്പോൾ നമുക്ക് വെഹിക്കിളിന്റെ സ്പീഡ് അറിയാം, അതുപോലെ അവിടുത്തെ സ്പേസ് ഹെഡ് വേ എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ. ഒരു സക്സസീവ് വെഹിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലീഡർ വെഹിക്കിളിന്റെ ഫ്രണ്ട് പോർഷന്റെ അവിടെ നിന്ന് ഫോളോയിങ് വെഹിക്കിളിന്റെ ഫ്രണ്ട് പോർഷന്റെ ഫ്രണ്ട് ബമ്പറിന്റെ അവിടെ വരെയുള്ള ആ ഒരു സ്പേസിങ്ങിനാണ് സ്പേസ് ഹെഡ് വേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്പേസ് ഹെഡ് വേ അറിയാം, അവിടുത്തെ സ്പീഡ് അറിയാമെങ്കിൽ 1000 V ഡിവൈഡഡ് ബൈ ദാറ്റ് സ്പേസ് ഹെഡ് വേ ചെയ്യുന്നതാണ് ബേസിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു റോഡ് വേയുടെ പ്രാക്ടിക്കൽ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രിവെയിലിംഗ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ആ ക്യാരേജ് വേയുടെ വിഡ്ത്ത്, ദാറ്റ് ഈസ് ലെയിൻ വിഡ്ത്ത്, then lateral clearance, width of shoulder, commercial vehicles, alignment, presence of intersection at grade, then one way two way traffic ആണോ, എത്ര നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടുത്തെ പ്രാക്ടിക്കൽ കപ്പാസിറ്റി നമ്മൾ പറയുക. അവിടുത്തെ റോഡ് വേയുടെ അതുപോലെ തന്നെ ട്രാഫിക്കിന്റെയും പ്രിവെയിലിംഗ് കണ്ടീഷൻസ് വെച്ചിട്ട് വരുന്ന മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ യൂണിറ്റ് ടൈം ആണ് എന്തെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത്രയാണ് കപ്പാസിറ്റി, ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡിയിൽ വരുന്നത്. ഇനി ഒരു ടോപ്പിക് പറഞ്ഞിരിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഡ്, വോളിയം ആൻഡ് ഡെൻസിറ്റി ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡയഗ്രംസ് ഓഫ് ട്രാഫിക് ഫ്ലോയും കൂടെ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ ഡയഗ്രംസ് ഓഫ് ട്രാഫിക് ഫ്ലോ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 3 എണ്ണമാണ് വരുന്നത്. ഒന്ന് ഫ്ലോ ഡെൻസിറ്റി കർവ് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് ട്രാഫിക് സ്റ്റഡി കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്പീഡ് വാല്യൂസ് കിട്ടും. അതുപോലെ ട്രാഫിക് ഫ്ലോ എന്ന് പറയുന്നത് വോളിയം തന്നെയാണ്, ട്രാഫിക് വോളിയത്തിന് തന്നെയാണ് ട്രാഫിക് ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ പിന്നെ വരുന്നത് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ പെർ കിലോമീറ്റർ, നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് റോഡ് ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ് ഫണ്ടമെന്റൽ ഡയഗ്രംസ് ഓഫ് ട്രാഫിക് ഫ്ലോയിൽ പറയുന്നത്. സ്പീഡ്, വോളിയം ആൻഡ് ഡെൻസിറ്റി, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ് ഫണ്ടമെന്റൽ ഡയഗ്രംസ് ഓഫ് ട്രാഫിക് ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ 3 ടൈപ്പ് ഡയഗ്രാം ആണുള്ളത്. ഫസ്റ്റ് വൺ ഫ്ലോ ഡെൻസിറ്റി കർവ്, ദെൻ സ്പീഡ് ഡെൻസിറ്റി കർവ്, ആൻഡ് തേർഡ് വൺ സ്പീഡ് ഫ്ലോ ഡയഗ്രാം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു എക്സ്പ്രഷൻ ആണ് കേട്ടോ. സ്പീഡും വോളിയം അതല്ലെങ്കിൽ ഫ്ലോ, ട്രാഫിക് ഫ്ലോക്ക് തന്നെയാണ് ട്രാഫിക് വോളിയം എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡും ട്രാഫിക് വോളിയം അതല്ലെങ്കിൽ ഫ്ലോ പിന്നെ സ്പീഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ Q = K × V ആണ്. where Q is the average volume of vehicle or traffic flow, K is the density, K denote ചെയ്യുന്നത് ട്രാഫിക് ഡെൻസിറ്റി ആണ്. then V suffix x എന്ന് പറഞ്ഞാൽ സ്പേസ് മീൻ സ്പീഡ് ഓഫ് വെഹിക്കിൾ ആണ്. V suffix x എന്ന് പറയുന്നത് VS is the space mean speed. അപ്പൊ ഇത് തമ്മിലുള്ള 3 ഫണ്ടമെന്റൽ ഡയഗ്രംസ് ഓഫ് ട്രാഫിക് ഫ്ലോ എന്ന് പറയുമ്പോൾ അത് ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഡ്, ഫ്ലോ എന്ന് പറയുന്നത് വോളിയം തന്നെയാണ്, ട്രാഫിക് ഫ്ലോ ഓർ വോളിയം ആൻഡ് ട്രാഫിക് ഡെൻസിറ്റി, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കാം. Q = K × V, where Q is the average volume of vehicle and K is the density of vehicle and VS is the space mean speed of vehicle. Okay, so average volume of vehicle is equal to density into speed. അതും ഈ ലാസ്റ്റ് PWD എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഇറിഗേഷന്റെ എക്സാമിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും അത് ഈ ലാസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് ഈ ഫെബ്രുവരിയിൽ നടന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് ഈ ഒരു റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. Q is equal to K into B എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ. ഒരു ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഫ്ലോയും ഡെൻസിറ്റിയും വെച്ചിട്ടുള്ള ഫ്ലോ ഡെൻസിറ്റി കർവ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫ്ലോ ഡെൻസിറ്റി കർവ് എന്ന് പറയുമ്പോൾ പാരാബോളിക് ഷേപ്പിലാണ് വരുന്നത്. ഇതാണ് ഫ്ലോ ഡെൻസിറ്റി കർവ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി എക്സ് ആക്സിസിലും ഫ്ലോ വൈ ആക്സിസിലും ആയിട്ട് ഇങ്ങനെ ഒരു പാരാബോളിക് ഷേപ്പിലുള്ള കർവ് ആണ് വരുന്നത്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ പറയുന്നില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഇത് ഓർത്തിരിക്കുക കേട്ടോ. സ്പീഡ് ഡെൻസിറ്റി, സ്പീഡ് ബേസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഡെൻസിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ആയിരിക്കും കേട്ടോ. അത് ഓർത്തിരിക്കുക. സ്ട്രേറ്റ് ലൈൻ റിലേഷൻഷിപ്പ്, സ്പീഡ് ഡെൻസിറ്റി സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. Then next one, speed flow diagram എന്ന് പറയുമ്പോൾ അതും പരാബോളിക് ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ ഫ്ലോ വാല്യൂ എന്ന് പറയുമ്പോൾ രണ്ട് സ്പീഡ് വാല്യൂസ് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ക്യൂവിന് തന്നെ കണ്ടോ, U1 ആൻഡ് U2 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് വന്നിരിക്കുന്നതുണ്ടോ? സ്പീഡ് ഫ്ലോ ഡയഗ്രത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യം, സ്പീഡ് ഡെൻസിറ്റി ഡയഗ്രാം ആണെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതല്ല സ്പീഡ് ഫ്ലോ ഡെൻസിറ്റി അതുപോലെ തന്നെ സ്പീഡ് ഫ്ലോ ഡയഗ്രാം ആണെങ്കിൽ അത് പരാബോളിക് ഷേപ്പിലായിരിക്കും വരുന്നത്. അത് ഓർത്തിരിക്കുക, അതിന്റെ ഷേപ്പ് ഓർത്തിരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട റിലേഷൻഷിപ്പ് ആണ് ഫ്ലോ ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു സ്പീഡ്. ആ ഒരു റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക. അതാണ് ഫണ്ടമെന്റൽ ഡയഗ്രാംസ് ഓഫ് ട്രാഫിക് ഫ്ലോ എന്ന് പറയുന്നത്. മൂന്ന് കാര്യങ്ങൾ: സ്പീഡ് ഫ്ലോ, ദെൻ സ്പീഡ് ഡെൻസിറ്റി ആൻഡ് ഫ്ലോ ഡെൻസിറ്റി കർവ്സ്. ഇനി ലാസ്റ്റ് വൺ ആക്സിഡന്റ് സ്റ്റഡീസ് ആണ്. അപ്പൊ ആക്സിഡന്റ് സ്റ്റഡീസിൽ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് കളക്ഷൻ ഓഫ് ആക്സിഡന്റ് ഡേറ്റ, ദെൻ ആക്സിഡന്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ദെൻ ആക്സിഡന്റ് റെക്കോർഡ്സ് കളക്ട് ചെയ്യുന്നതൊക്കെയാണ് മെയിൻ ആയിട്ട് ആക്സിഡന്റ് സ്റ്റഡീസിൽ വരുന്നത്. പിന്നെ അതിന്റെ കൺട്രോൾ മെഷേഴ്സും ആണ് വരുന്നത്. അപ്പൊ ഇതിലിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് കണ്ടീഷൻ ഡയഗ്രാം ആൻഡ് പൊല്യൂഷൻ ഡയഗ്രാം അതാണ് കൂടുതലും ചോദിച്ചത്. അതാണ് PSC ചോദിച്ച് കണ്ടേക്കുന്നത് ഈ ഒരു ആക്സിഡന്റ് സ്റ്റഡീസിന്റെ പോർഷനിൽ നിന്ന്. അപ്പോൾ എന്തൊക്കെയാണ് അത് വരുന്നതെന്ന് നോക്കാം. അപ്പൊ ആക്സിഡന്റ് റെക്കോർഡ്സിലാണ് കണ്ടീഷൻ ഡയഗ്രാം ആൻഡ് പൊല്യൂഷൻ ഡയഗ്രാം വരുന്നത്. പിന്നെ അത് കൂടാതെ ലൊക്കേഷൻ ഫയൽസും സ്പോട്ട് മാപ്സും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ലൊക്കേഷൻ ഫയൽസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ യൂസ്ഫുൾ ടു ചെക്ക് ദ ലൊക്കേഷൻ ഓഫ് ആക്സിഡന്റ് ആൻഡ് ടു ഐഡന്റിഫൈ പോയിന്റ്സ് ഓഫ് ഹൈ ഇൻസിഡൻസ്. അതാണ് ലൊക്കേഷൻ ഫയൽസ് എന്ന് പറയുന്നത്. ലൊക്കേഷൻ ഫയൽസ് പ്രിപ്പയർ ചെയ്യുന്നത് ടു ചെക്ക് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ആക്സിഡന്റ് ആൻഡ് ടു ഐഡന്റിഫൈ പോയിന്റ്സ് ഓഫ് ഹൈ ഇൻസിഡൻസ്. ദെൻ സ്പോട്ട് മാപ്സ് എന്ന് പറയുന്നത് showing the accident location, spot maps which show accident by spots, pins or symbols on the map. Spot maps എന്ന് പറയുന്നത് which shows the accident by spots. ഒരു മാപ്പിൽ തന്നെ ആക്സിഡന്റ് സ്പോട്ടിനെ ബൈ മീൻസ് ഓഫ് പിൻ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് സിമ്പിൾ ഒക്കെ വെച്ചിട്ട് ഡിമാർക്കേറ്റ് ചെയ്യുന്നതാണ് സ്പോട്ട് മാപ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കണ്ടീഷൻ ഡയഗ്രാം. കണ്ടീഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഡ്രോയിങ് ഷോയിങ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ആൻ ആക്സിഡന്റ് ലൊക്കേഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് കേട്ടോ. എന്താണ് കണ്ടീഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്? ഡ്രോയിങ് ഷോയിങ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ആൻ ആക്സിഡന്റ് ലൊക്കേഷൻ. ആ ഒരു ആക്സിഡന്റ് ലൊക്കേഷന് ഫിസിക്കൽ കണ്ടീഷനെ കാണിക്കുന്ന ആ ഡ്രോയിങ്ങിന് പറയുന്നതാണ് കണ്ടീഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ആ റോഡ് വേയുടെ
റോഡ് വേയുടെ വിഡ്ത്ത്, അതുപോലെ കെർബിന്റെ ഡീറ്റെയിൽസ്, ഷോൾഡേഴ്സ്, ദെൻ കർവ്സ്, ട്രീസ് ഉണ്ട്, ദെൻ സയൻസ്, സിഗ്നൽസ്, അതുപോലെ വേറെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് മാർക്ക് ചെയ്യുന്നതിനാണ് കണ്ടീഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ദെൻ കൊളീഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് which is showing the diagram showing the approximate path of vehicle and pedestrian involved in the accident. Okay, so the collision diagram showing the approximate path of vehicles and pedestrians involved in the accident. And this collision diagram useful to compare accident pattern before and after remedial measures taken. Yeah, so collision diagram is useful to compare the accident patterns before and after the remedial measures taken. അപ്പോൾ അത് ഓർത്തിരിക്കുക. ലൊക്കേഷൻ ഫയൽസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആക്സിഡന്റ് data. These are useful to check on the location of accident and to identify points of high incidence. അതിനാണ് ലൊക്കേഷൻ ഫയൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്പോട്ട് മാപ്സ് എന്ന് പറഞ്ഞാൽ which shows the accident by spots, pins or symbols. അതാണ് സ്പോട്ട് മാപ്സ് എന്ന് പറയുന്നത്. And condition diagram എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കണ്ടീഷൻ, ഫിസിക്കൽ ഇൻഫോർമേഷനെ മാർക്ക് ചെയ്യുന്ന ഒരു ഡയഗ്രത്തിന് പറയുന്നതാണ് കണ്ടീഷൻ ഡയഗ്രം എന്ന് പറയുന്നത്. Then collision diagram means which is the diagram showing the approximate path of vehicle and pedestrian involved in the accident. That is called collision diagram. ഇത് ഓർത്തിരിക്കുക കേട്ടോ, ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് ആണ്. ട്രാഫിക് കൺട്രോൾ ഡിവൈസസിൽ വരുന്നതാണ് ട്രാഫിക് സൈൻസ്, ട്രാഫിക് സിഗ്നൽസ്, റോഡ് മാർക്കിംഗ്സ് ആൻഡ് ട്രാഫിക് ഐലൻഡ്സ്. സൈൻ, സിഗ്നൽ, മാർക്കിംഗ്സ് ആൻഡ് ഐലൻഡ്സ്. Traffic sign എന്ന് പറഞ്ഞാൽ sign erected at the side or above roads to give instruction to provide information to the road users. 3 ടൈപ്പിലാണ് മെയിൻ ആയിട്ട് വരുന്നത്: റെഗുലേറ്ററി സൈൻ, വാർണിംഗ് സൈൻ, ഇൻഫോർമേറ്ററി സൈൻ. റെഗുലേറ്ററി സൈൻ, വാർണിംഗ് സൈൻ ആൻഡ് ഇൻഫോർമേറ്ററി സൈൻ. So regulatory sign means which is used to inform the road users of certain laws, regulation and prohibitions. Okay, regulatory signs also called mandatory signs എന്ന് കൂടെ പറയും. So which is used to inform the road users of certain laws, regulations and prohibitions. Then violation of this regulatory sign is a legal offense. അത് punishable ആയിരിക്കും. Regulatory sign violate ചെയ്യുന്നത് punishable ആയിരിക്കും. So it is used to inform the road users of certain laws, regulation and prohibitions. Then next one warning signs ആണ്. അപ്പോൾ regulatory signs കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. Then second type is warning sign ആണ്. Warning sign used above warning sign is to warn the road users about certain hazardous conditions on the roadway. Okay, roadwayയിൽ വരുന്ന hazardous conditions കുറിച്ച് road usersനെ ഇൻഫോം ചെയ്യാനായിട്ടാണ് warning signs യൂസ് ചെയ്യുന്നത്. So this type of signs are located at a sufficient distance in advance of hazards. Then അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അപെക്സ് അപ്വേർഡ് ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ഷേപ്പിലായിരിക്കും എന്ത് വരുന്നത്? വാർണിംഗ് സൈൻസ് കൊടുക്കുന്നത്. എക്സാമ്പിൾസ് ആണ് റൈറ്റ് ഓർ ലെഫ്റ്റ് ഹാൻഡ് കർവ് ഉണ്ട്, ദെൻ സ്ലിപ്പറി റോഡ്, ദെൻ നാരോ ബ്രിഡ്ജസ്, ദെൻ മെൻ സെറ്റ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാർണിംഗ് സൈൻ എന്ന് പറയുന്നത്. ഹസാർഡ് റോഡ്വേയിൽ വരുന്ന ഹസാർഡസ് കണ്ടീഷൻസിനെ കുറിച്ച് റോഡ് യൂസേഴ്സിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വാർണിംഗ് സൈൻസ്. അതിന്റെ ഷേപ്പ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഷേപ്പ് ആണ്. ദെൻ അപെക്സ് അപ്വേർഡ് ആയിട്ട് വരുന്നതാണ് വാർണിംഗ് സൈൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇൻഫോർമേറ്ററി സൈൻ ആണ്. ഇൻഫോർമേറ്ററി സൈൻ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് റോഡ് യൂസേഴ്സിന് അബൌട്ട് ഡിസ്റ്റൻസസ് ടു വേരിയസ് പ്ലേസസ് ആൻഡ് സം ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കുന്നതാണ്. സോ informatory sign guide road users along routes, inform them about distances to various places and provide information about the facilities also. Okay, petrol pump, അതുപോലെ ടെലിഫോൺ ബൂത്ത്, ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ദെൻ സെയിം ഡിസ്റ്റൻസ് കാണിക്കുന്ന ആ ഒരു സൈൻ ഒക്കെ കൊടുക്കുന്നതാണ്. ഡയറക്ഷൻ ഇൻഡിക്കേഷൻ സൈൻസ് ഒക്കെ കൊടുക്കുന്നതാണ് ഇൻഫോർമേറ്ററി സൈൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഇൻഫോർമേറ്ററി സൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റെഗുലേറ്ററി സൈൻ എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി സൈൻ എന്നും കൂടെ പറയും. അതെന്ന് പറയുന്നത് സർട്ടൻ ലോസ് റോഡ്വേയിൽ റോഡ് യൂസേഴ്സ് ഫോളോ ചെയ്യേണ്ട ലോസിനെ കുറിച്ചെല്ലാം ഇൻഫോർമേഷൻ കൊടുക്കുന്നതാണ് റെഗുലേറ്ററി സൈൻസ് എന്ന് പറയുന്നത്. അതൊരു ലീഗൽ പ്രാക്ടീസ് ആണ്. ദാറ്റ് ഈസ് അത് ഒഫൻസ് ചെയ്താൽ പണിഷബിൾ ആയിരിക്കും. റെഗുലേറ്ററി സൈൻസ് ഒഫൻസ് ചെയ്താൽ
പണിഷബിൾ ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് റെഗുലേറ്ററി സയൻസിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ സ്റ്റോപ്പ് ആൻഡ് ഗീവ് വേ സൈൻ. സ്റ്റോപ്പ് ആൻഡ് ഗീവ് വേ സൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് സൈൻ യൂസ്ഡ് ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ഗീവ് വേ സൈൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ റൈറ്റ് ഓഫ് വേയിലൂടെ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗീവ് വേ സൈൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റോപ്പ് സൈൻ എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് ആണ് നോട്ട് ചെയ്യേണ്ടത്. ഒക്ടഗണൽ ഷേപ്പ് ആണ്. സ്റ്റോപ്പ് സൈൻസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒക്ടഗണൽ ഷേപ്പ് ആയിരിക്കും. സ്റ്റോപ്പ് സൈൻ ഒക്ടഗണൽ ഷേപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെഡ് കളർ ആയിരിക്കും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് റെഡ് കളർ ആയിരിക്കും. ബോർഡർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. ഓക്കെ, ഒക്ടഗണൽ ഷേപ്പ് റെഡ് ഇൻ കളർ വിത്ത് വൈറ്റ് ബോർഡർ. ദെൻ ഗീവ് വേ സൈൻ എന്ന് പറയുന്നത് റോഡ് വേയിലൂടെയുള്ള ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗീവ് വേ സൈൻ. അത് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും. അപ്പെക്സ് ഡൗൺവേർഡ് ആയിരിക്കും കേട്ടോ. അപ്പെക്സ് ഡൗൺവേർഡ് ആയിരിക്കും. ട്രയാങ്കുലർ ഷേപ്പ്, അപ്പെക്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. റെഡ് ബോർഡർ ആയിരിക്കും. ഓർത്തിരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ പ്രൊഹിബിറ്ററി സൈൻ ആണ്. പ്രൊഹിബിറ്ററി സൈൻ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻസ് പറയുന്നതാണ്. അപ്പോൾ ഹോൺ പ്രൊഹിബിറ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് പ്രൊഹിബിറ്ററി സൈൻ എന്ന് പറയുന്നത്. യു ടേൺ പ്രൊഹിബിറ്റഡ് അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതാണ് പ്രൊഹിബിറ്ററി സൈൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പ് ആയിരിക്കും. വൈറ്റ് കളർ ആയിരിക്കും. റെഡ് ബോർഡർ ആയിരിക്കും. ദെൻ ഈ സൈനിന്റെ ഡയമീറ്റർ, അതായത് സർക്കുലർ ഷേപ്പിൽ നമ്മൾ ഏത് ഇത് പ്രൊവൈഡ് ചെയ്താലും സയൻസ് പ്രൊവൈഡ് ചെയ്താലും അതിന്റെ ഷേപ്പ്, അതിന്റെ സർക്കുലർ ഷേപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന സയൻസിന്റെ എല്ലാം സൈസ് എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആയിരിക്കും. അത് ലാസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാമിന് ഈ ലാസ്റ്റ് 2019 നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാമിന് നവംബറിൽ നടന്ന എക്സാമിന് ചോദിച്ചതായിരുന്നു കേട്ടോ. സർക്കുലർ ഇനി second. So the question is, mandatory signs are displayed on a disc having a diameter of. That is the question. Mandatory signs are displayed on a disc having a diameter of option A 100 centimeter, B 50 centimeter, C 30 centimeter, and D 60 centimeter. So answer is 60 centimeter. അപ്പോൾ സർക്കുലർ ഷേപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിസ്കിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ്. Then no parking and no stopping signs. സർക്കുലർ ഷേപ്പ് ആണ്. ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്, റെഡ് ബോർഡർ. ദെൻ ആ റെഡ് ബോർഡർ അതുപോലെ തന്നെ അതിന്റെ മിഡിലായിട്ട് ഒരു ഒബ്ലിക് റെഡ് ബാറും കൂടെ കാണിച്ചിട്ടുണ്ടാവും. 45 ഡിഗ്രി ആംഗിളിൽ ഒരു ഒബ്ലിക് റെഡ് ബാറും കാണിച്ചിട്ടുണ്ടാവും. അത് നോ പാർക്കിംഗ് എന്നുള്ള ഒരു സൈൻ ആണ്. ദെൻ സ്പീഡ് ലിമിറ്റ് ആൻഡ് വെഹിക്കിൾ കൺട്രോൾ സൈൻ എന്ന് പറയുമ്പോൾ സെയിം എന്താണ്, സർക്കുലർ ഷേപ്പിലാണ്. സ്പീഡ് റെഗുലേഷൻ സൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർക്കുലർ ഷേപ്പ് ആണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. റെഡ് ബോർഡർ ആണ്. ദെൻ അതിന്റെ ഉള്ളിലായിട്ട് മിഡിലായിട്ട് ബ്ലാക്ക് ന്യൂമറൽസിൽ എത്രയാണ് അവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. പിന്നെ റെസ്ട്രിക്ഷൻ എൻഡ് സൈൻ. അപ്പൊ റെസ്ട്രിക്ഷൻ എൻഡ് സൈൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ സ്പീഡ് റെഗുലേഷൻ ഒരു റെസ്ട്രിക്ഷൻ പറയുവാണെങ്കിൽ ആ ഒരു റെസ്ട്രിക്ഷൻ എൻഡ് ചെയ്യുന്നിടത്ത് നമ്മൾ കൊടുക്കുന്നതാണ് എന്താണ് റെസ്ട്രിക്ഷൻ എൻഡ് സൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുമ്പോട്ടേക്ക് പിന്നെ നമുക്ക് ആ ഒരു സൈൻ ആ ഒരു റെഗുലേഷൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് കൊടുക്കുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡ് സൈൻ എന്ന് പറയുന്നത്. അത് സർക്കുലർ ഷേപ്പ് ആണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ബോർഡർ ബ്ലാക്ക്. പിന്നെ ഒരു ഡയഗണൽ ബാർ കൊടുത്തിട്ടുണ്ടാവും. ദെൻ കമ്പൽസറി ഡയറക്ഷൻ കൺട്രോൾ ആൻഡ് അതർ സൈൻസ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലായിരിക്കും. ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അതുപോലെ വൈറ്റ് ഡയറക്ഷൻ ആരോസ് കൊടുത്തിട്ടുണ്ടാവും. കമ്പൽസറി ഡയറക്ഷൻ കൺട്രോൾ. ഇതിന്റെ എല്ലാം ഷേപ്പ് പഠിച്ചു വെക്കുക, അതുപോലെ കളേഴ്സ് പഠിച്ചു വെക്കുക, പിന്നെ അതിന്റെ സൈസ് പഠിച്ചു വെക്കുക കേട്ടോ. ഇനിയുള്ള സൈസ് കൂടുതലും IRC നോക്കിയിട്ട് ഞാൻ നോട്ടിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ, വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ.
ഇനി ലാസ്റ്റ് വൺ ഇൻഫോർമേറ്ററി സൈൻ. ഇൻഫോർമേറ്ററി സൈൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷനെ കുറിച്ചും അതുപോലെ റൂട്ട്സിനും ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫോർമേഷൻ റോഡ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സൈൻ ആണ് ഇൻഫോർമേറ്ററി സൈൻ എന്ന് പറയുന്നത്. അപ്പൊ അത് റെക്ടാങ്കുലർ ഷേപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയറക്ഷൻ ആൻഡ് പ്ലേസ് ഐഡന്റിഫിക്കേഷൻ സൈൻ, ഫെസിലിറ്റി ഇൻഫോർമേഷൻ സൈൻ, ദെൻ പാർക്കിംഗ് സൈൻ, ഫ്ലഡ് ഗേജ്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഫോർമേറ്ററി സൈൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ട്രാഫിക് സിഗ്നൽസ് ആണ്. ട്രാഫിക് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ പവർ ഓപ്പറേറ്റഡ് ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് ആണ്, which is used to regulate the traffic want or alternatively directed to take some specific action. ഇതിനാണ് ട്രാഫിക് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ട്രാഫിക് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നൽസ് ഉണ്ട്. അത് ഫിക്സഡ് ടൈം സിഗ്നൽസ് ഉണ്ട്, മാനുവലി ഓപ്പറേറ്റഡ് സിഗ്നൽസ് ഉണ്ട്, ദെൻ ട്രാഫിക് ആക്ടിവേറ്റഡ് ഓർ ഓട്ടോമാറ്റിക് സിഗ്നൽസ് ഉണ്ട്. അപ്പോൾ ട്രാഫിക് കൺട്രോൾ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫിക്സഡ് ടൈം സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൈം ഇന്റർവെല്ലിൽ ഫിക്സ്ഡ് ആയിരിക്കും, സൈക്കിൾ ടൈം ഫിക്സ്ഡ് ആയിരിക്കും. റെഡ്, ആംബർ, ഗ്രീൻ, നെക്സ്റ്റ് റെഡ്, ആ ഒരു സിഗ്നൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് ഫിക്സഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതാണ് ഫിക്സഡ് ടൈം സിഗ്നൽസ് എന്ന് പറയുന്നത്. ദെൻ മാനുവലി ഓപ്പറേറ്റഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ഇന്റർസെക്ഷൻ, ആ ഒരു പർട്ടിക്കുലർ ഇന്റർസെക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും. ദെൻ ട്രാഫിക് ആക്ച്വേറ്റഡ് ഓർ ഓട്ടോമാറ്റിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ റോഡിലെ, ആ ഒരു പർട്ടിക്കുലർ അപ്രോച്ചിലെ ട്രാഫിക് വോളിയത്തിന്റെ ബേസിസിലായിരിക്കും അവിടുത്തെ സിഗ്നൽ ഇൻഡിക്കേഷൻ വരിക. അപ്പൊ ട്രാഫിക് വോളിയം ഏത് അപ്രോച്ചിലാണോ കൂടുതലായിട്ട് വരുന്നത്, ഇപ്പോൾ ഫോർ ലെഗ്ഡ് സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷൻ ആണെങ്കിൽ 4 റോഡ് അപ്രോച്ചസ് ഉണ്ടാവും. അപ്പൊ ആ 4 റോഡ് അപ്രോച്ചസിൽ ഏത് റോഡിലാണോ ട്രാഫിക് വോളിയം കൂടുതലായിട്ട് വരുന്നത് അവിടെയായിരിക്കും ഗ്രീൻ സിഗ്നൽ ഇൻഡിക്കേഷൻ വരിക. അപ്പൊ അതാണ് ട്രാഫിക് ആക്ച്വേറ്റഡ് ഓർ ഓട്ടോമാറ്റിക് സിഗ്നൽ എന്ന് പറയുന്നത്. ആ ട്രാഫിക് ഡിമാൻഡിനനുസരിച്ചായിരിക്കും ആ ഒരു ട്രാഫിക് സിഗ്നൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ പെഡസ്ട്രിയൻ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻസിന്റെ ക്രോസിംഗിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പെഡസ്ട്രിയൻ സിഗ്നൽ. പിന്നെ സ്പെഷ്യൽ ട്രാഫിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കണ്ടീഷൻസിൽ, ഇമ്പോർട്ടന്റ് സിറ്റുവേഷൻസിൽ, ദാറ്റ് ഈസ് ആക്സിഡന്റ് പ്രോൺ ഏരിയ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ലൊക്കേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത്. ബീക്കൺസ് ആണ് യൂസ് ചെയ്യുന്നത്, യെല്ലോ ബീക്കൺസ് ആണ് യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ ട്രാഫിക് സിഗ്നൽ കാണിക്കാനായിട്ട്. പിന്നെ ഉള്ളത് പെർമനന്റ് മാർക്കിങ്സ് ആണ് വരുന്നത്. പെർമനന്റ് മാർക്കിങ്സ് പറഞ്ഞാൽ റോഡ് വേയിൽ കാണിക്കുന്നത്, ഇപ്പൊ സ്ട്രേറ്റ് ലൈൻ മാർക്കിംഗ്, ഡാഷ്ഡ് ലൈൻസ് ആണ്. ദെൻ ഓവർടേക്കിംഗ് ആണെങ്കിൽ, ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണെങ്കിൽ കണ്ടിന്യൂസ് ലൈൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കണ്ടിന്യൂസ് ലൈൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ സീബ്ര ക്രോസിംഗ്സ്, ക്രോസ് ചെയ്യാനായിട്ട് പെഡസ്ട്രിയൻ ക്രോസിംഗിന് വേണ്ടിയിട്ട് സീബ്ര ക്രോസിംഗ്സ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ സീബ്ര ക്രോസിംഗിന് തൊട്ട് മുമ്പിലായിട്ട് സ്റ്റോപ്പ് ലൈൻ, സോളിഡ് ലൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ലൈൻ ആണ്. അപ്പോൾ വെഹിക്കിൾസ് അവിടെ വരുമ്പോൾ കമ്പൽസറി ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പെഡസ്ട്രിയൻ ഉണ്ടെങ്കിൽ അവിടെ കമ്പൽസറി ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ പെർമനന്റിൽ നമ്മൾ കാണിക്കുന്ന മാർക്കിങ്സിനാണ് പെർമനന്റ് മാർക്കിങ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് ട്രാഫിക് കൺട്രോൾ ഡിവൈസസിൽ വരുന്നത്. ഇനി അടുത്തത് റോഡ് ഇന്റർസെക്ഷൻ എന്താണെന്ന് കൂടെ പറയാം. റോഡ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ജംഗ്ഷൻസിനാണ്, റോഡ് ജംഗ്ഷൻസിനാണ് റോഡ് ഇന്റർസെക്ഷൻസ് എന്ന് പറയുന്നത്. വേർ 2 or more vehicles cross or join, അതിനാണ് റോഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്, അഡ്ഗ്രേഡ് ഇന്റർസെക്ഷൻ ആൻഡ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ. അപ്പൊ അഡ്ഗ്രേഡ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ പ്ലേസ് വെയർ 2 or more roads join, cross at the or cross at the same level. അതിനാണ് എന്ന് പറയുന്നത് അഡ്ഗ്രേഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. സെയിം ലെവലിൽ, ഗ്രൗണ്ട് ലെവലിൽ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിനാണ് അഡ്ഗ്രേഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഡിഫറെന്റ് ടൈപ്സ് ആണ്, ക്ലാസിഫിക്കേഷൻ ആണ്. അൺചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ, ചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ, റോട്ടറി ഇന്റർസെക്ഷൻ ആൻഡ് സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷൻ. അൺചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ചാനലൈസിംഗ് ഐലൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല, അവിടെ റോഡ് ട്രാഫിക്കിന് കൺട്രോൾ ഇല്ലാത്തതായിരിക്കും അൺചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് റോഡ് ക്രോസ് ചെയ്യുന്നത്, 2 or more റോഡ് ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്ലേസിന് പറയുന്ന, ഈ ഒരു ഏരിയക്ക് പറയുന്നതാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർസെക്ഷനിൽ അൺചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ചാനലൈസിംഗ് ഐലൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഐലൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഡിവിഷണൽ ഐലൻഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് ചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ റോട്ടറി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഐലൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്.
റൗണ്ട് ഷേപ്പിൽ സെൻട്രൽ ഐലൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് റോട്ടറി ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈവേർജിങ് മെർജിങ് ആൻഡ് ഡൈവേർജിങ് ആക്ഷൻസ് ആയിരിക്കും നടക്കുക. ഓക്കെ, വെഹിക്കിൾസ് ഇവിടെ നിന്ന് വരുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ ഈ ഒരു ഐലൻഡിനെ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും അതിന്റെ റെസ്പെക്റ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഏത് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വെഹിക്കിൾ ആണെങ്കിലും ഈ ഒരു ഐലൻഡിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും അതിന്റെ റെസ്പെക്റ്റീവ് ഡയറക്ഷനിലേക്ക് വീവ് ചെയ്ത് പോകുന്നത്. അതാണ് റോട്ടറി ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. സിഗ്നൽസ് ഇന്റർസെക്ഷൻ ഓൾറെഡി പറഞ്ഞു. സിഗ്നൽസ് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷൻ. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് റോഡ് ജോയിൻസ് ഓർ ക്രോസ് അറ്റ് ഡിഫറെന്റ് ലെവൽ ഡിഫറെന്റ് എലിവേഷനിലാണ് റോഡ്സ് ജോയിൻ അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിനാണ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് ഫ്ലൈ ഓവർ, ഓവർ ബ്രിഡ്ജ്, അണ്ടർപാസ് എക്സെട്ര. ഇത്രയാണ് ട്രാഫിക് എഞ്ചിനീയറിംഗിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ട്രാഫിക് എഞ്ചിനീയറിംഗിന്റെ പോർഷനിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ പറയണമെങ്കിൽ പറഞ്ഞു. ഡൗട്ട്സ് ഉണ്ടോ ഏതെങ്കിലും പോർഷൻ? അപ്പൊ ഹൈവേയുടെയും ട്രാഫിക് എഞ്ചിനീയറിംഗിന്റെ പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. ഇന്നലെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്, സ്കാരിഫയിങ് എന്താന്നുള്ളത് അല്ലെ, ഫ്രെറ്റിംഗ് ആൻഡ് ട്രാവലിംഗ് ഫ്ലെക്സിബിൾ പെർമനന്റ് ഫെയിലേഴ്സ് പറഞ്ഞപ്പോൾ സ്കാരിഫയിങ്ങിന്റെ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പൊ സ്കാരിഫയിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലെക്സിബിൾ പെർമനന്റ് ഫെയിലിയർ അല്ല. സ്കാരിഫയിങ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഓൾഡ് ലെയർ ഉണ്ട്, അപ്പൊ ആ ലെയറിന്റെ മുകളിലേക്ക് നമുക്ക് റീസർഫസിങ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഓൾഡ് സർഫസിലുള്ള ഇറഗുലാരിറ്റീസ് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്. എന്തെങ്കിലും മെക്കാനിക്കൽ മീൻസ് എന്തെങ്കിലും മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഓൾഡ് സർഫസിൽ ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും ബംപ്സ് ഉണ്ടെങ്കിൽ അതുപോലെ റട്ട്സ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക, ബംപ്സ് ഉണ്ടെങ്കിൽ അത് ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് സ്കാരിഫയിങ് എന്ന് പറയുന്നത്. അത് റോഡിന്റെ കേസിൽ മാത്രമല്ല, എന്തൊരു കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഗ്രൗണ്ട് ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അവിടുത്തെ റെഗുലാരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് യൂസിങ് സം എക്യുപ്മെന്റ്സ്, അതിനാണ് സ്കാരിഫയിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇന്നലെ ആരോ ചോദിച്ചിരുന്നു എന്റെ അടുത്ത്. ക്ലിയർ ആണ് സർ. സ്കാരിഫയിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഫെയിലിയർ അല്ല കേട്ടോ, ഒരു ഓൾറെഡി ഉള്ള ഒരു പെർമനന്റ്. ഇപ്പൊ നമ്മൾ പെർമനന്റ് റോഡ് കൺസ്ട്രക്ഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓൾറെഡി സ്കാരിഫയിങ് എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് ഹാർബർ ആണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹാർബറിന്റെ സിലബസിൽ ജസ്റ്റ് ടൈപ്സ് ഓഫ് ഹാർബേഴ്സ് ആൻഡ് ഡോക്സ് ആണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത്രയും നമുക്ക് ടൈപ്സ് മാത്രം നോക്കിയാൽ പോരെ, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഓരോ കമ്പോണൻസ്, ഹാർബറിന്റെ കമ്പോണൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നോക്കാം. ഹാർബർ ആൻഡ് പോർട്ട്. അപ്പൊ ഹാർബർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് an enclosed area which provides safe and suitable accommodation for supplies, refueling, റിപ്പയർ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് കാർഗോ. അപ്പോൾ വാട്ടർ ഏരിയ ആണ്. ആ വാട്ടർ ഏരിയയിൽ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള വാട്ടർ ഏരിയ ആണ്. അവിടെ ഷിപ്പിന് വേണ്ടിയിട്ടുള്ള റീഫ്യൂവലിംഗ്, അതുപോലെ അതിലേക്കുള്ള സപ്ലിമെന്റ്സ്, റിപ്പയറിംഗ്,
ലോഡിംഗ്, കാർഗോ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിനൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻക്ലോസ്ഡ് ഏരിയയ്ക്കാണ് ഹാർബർ എന്ന് പറയുന്നത്. ദെൻ ഈ ഹാർബറിൽ തന്നെ മറൈൻ ടെർമിനൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർബറിൽ തന്നെ മറൈൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഷെൽട്ടർ പോലെ അതുപോലെ കാർഗോ സ്റ്റോർ ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് പോർട്ട് എന്ന് പറയുന്നത്. സോ ഹാർബർ മീൻസ് ഇറ്റ് ഈസ് എ പാർട്ട്ലി എൻക്ലോസ്ഡ് ഏരിയ വിച്ച് പ്രൊവൈഡ്സ് സേഫ് and suitable accommodation for supplies, refueling, repair, loading and unloading of cargo. And port means it is a harbor where marine terminal facilities are provided. So a port is a place which regularly provides accommodation for the transfer of cargo and passengers to and from the ship. Okay, പാസഞ്ചേഴ്സിനും കാർഗോയ്ക്കുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അതിനുള്ള ഫെസിലിറ്റീസ്, ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ അവർക്ക് സ്റ്റേയിങ്ങിനുള്ള ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആണ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട് ഹാർബർ തന്നെയാണ്, പക്ഷെ ഹാർബറിൽ മറൈൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതിന് പോർട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പോർട്ട് ഈക്വൽ നമുക്ക് എന്തെന്ന് പറയും? ഹാർബർ പ്ലസ് സ്റ്റോറേജ് ഫെസിലിറ്റി പ്ലസ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി പ്ലസ് അതർ ടെർമിനൽ ഫെസിലിറ്റി. നമുക്ക് പോർട്ട് എല്ലാ പോർട്ട് നമുക്ക് ഹാർബർ ആണെന്ന് പറയാം, പക്ഷെ ഹാർബറിൽ മറൈൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ്, അതായത് എല്ലാ പോർട്ടും ഹാർബർ ആണ്, ദാറ്റ് ഈസ് ഹാർബറിൽ മറൈൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതിനാണ് പോർട്ട് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് പറയുന്നത് കമ്പോണൻസ് ആണ്. ഒരു ഹാർബറിൽ ഫസ്റ്റ് തന്നെ ഒരു എൻട്രൻസ് ചാനൽ ഉണ്ടാവും. ദെൻ ഷിപ്പിന് ടേൺ ചെയ്യാനായിട്ട് ഒരു ടേണിംഗ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ദർ ഇസ് എ പിയർ ഹെഡ്, ആങ്കറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിയർ ഹെഡ്. ദെൻ ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ വേവ്സിനെ എല്ലാം പ്രിവെന്റ് ചെയ്യാനായിട്ട് ആ ഒരു എൻക്ലോസ്ഡ് ഏരിയയിൽ വാട്ടറിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എന്താ പറയാ, വെള്ളത്തിനധികം വേവ്സ് ഒന്നും ഉണ്ടാകാതെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ നിൽക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. വേവ്സിൽ നിന്നെല്ലാം ആ ഒരു ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ദെൻ ഷിപ്പ് ബെർത്ത് ചെയ്യാനായിട്ട് പിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ കേ ഉണ്ടാവും, വാർഫ്, ഇതെല്ലാം ഷെൽട്ടറിങ് ഏരിയാസ് ആണ്. ദെൻ ഡോക്സ്, റിപ്പയറിംഗ് മെയിൻ്റെനൻസ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഡ്രൈ ഡോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ടെർമിനൽ ബിൽഡിംഗ്, ഷെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വെറ്റ് ഡോക്ക് എന്ന് പറഞ്ഞാൽ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ് വെറ്റ് ഡോക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മെയിൻ ഇതാണ് ജെട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറിനാണ് ജെട്ടി എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ട് ഹാർബറിൽ വരുന്ന കമ്പോണൻസ്: എൻട്രൻസ് ചാനൽ, ടേണിംഗ് ബേസിൻ, ജെട്ടി, പിയർ ഹെഡ്, ബ്രേക്ക് വാട്ടർ, then wharf, quay, dry dock and wet docks. So harbor components, first one entrance channel ആണ്. Entrance channel is a water area from which ships enter into the harbor and it should have sufficient depth. Smaller harbor ആണെങ്കിൽ 100 meter, then medium harbor ആണെങ്കിൽ 100 to 160 meters and ലാർജ് ഹാർബർ ആണെങ്കിൽ 160 to 260 മീറ്റർ ഡെപ്തിലായിരിക്കും എൻട്രൻസ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ബ്രേക്ക് വാട്ടർ. ആ ബ്രേക്ക് വാട്ടർ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ മെയ്ഡ് അപ്പ് ഓഫ് കോൺക്രീറ്റ് ഓർ റബിൾ മേസണറി കൺസ്ട്രക്റ്റഡ് ഫ്രം ഷോർ ടുവാർഡ്സ് ദ സീ ടു എൻക്ലോസ് ദ ഹാർബർ. ദെൻ നെക്സ്റ്റ് വൺ ടേണിംഗ് ബേസിൻ. ടേണിംഗ് ബേസിൻ, it is a water area which is required for maneuvering the ship after entering into the harbor and it is large enough to permit free turning. അപ്പോൾ ഷിപ്പിനെ ടേൺ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാട്ടർ ഏരിയയ്ക്കാണ് ടേണിംഗ് ബേസിൻ എന്ന് പറയുന്നത്. Then there is also shelter basin. It's the area protected by shore and breakwater. That is called shelter basin. പിന്നെയുള്ളതാണ് പിയർ. Pier is a solid platform at which berthing of ship on both the sides are possible. അപ്പോൾ ഷിപ്പിനെ ബെർത്ത് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനാണ് പിയർ എന്ന് പറയുന്നത്.
Then next one, wharf. Wharf is a docking platform. അതും ബർത്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനെ പാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിയർ എന്ന് പറയുന്നത്. ദെൻ വാർഫിംഗ് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ബർത്തിങ് ഫെസിലിറ്റീസ് അതുപോലെ തന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ ഡോക്കിംഗ് പ്ലാറ്റ്ഫോം കൺസ്ട്രക്റ്റഡ് പാരലൽ ടു ഷോർ ലൈൻ. അതാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. കൺസ്ട്രക്റ്റഡ് പാരലൽ ടു ഷോർ ലൈൻ പ്രൊവൈഡിംഗ് ബർത്തിങ് ഫെസിലിറ്റി ഓൺ വൺ സൈഡ് ഓൺലി. ഒരു സൈഡിൽ മാത്രമായിരിക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുള്ളൂ. വാർഫിന്റെ കേസിലാണെങ്കിൽ ബർത്തിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുള്ളൂ. പക്ഷെ പിയറിന്റെ കേസിലാണെങ്കിൽ രണ്ട് സൈഡിലും ബർത്തിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. ദെൻ പിയർ പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. വാർഫ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. പിയർ ആൻഡ് വാർഫ്. വാർഫ് എന്ന് പറഞ്ഞാൽ അതുപോലെ കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബർത്തിങ് ഫെസിലിറ്റീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വാർഫ് എന്ന് പറയുന്ന ഷോറിന് പാരലൽ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഡോക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടും ബർത്തിങ് ഫെസിലിറ്റീസ് ആയിട്ടും. ബർത്തിങ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് നമുക്ക് ഷിപ്പ് ബർത്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബട്ട് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പിയേഴ്സിന്റെ കേസിലാണെങ്കിൽ വാർഫ് പാരലൽ ആയിട്ട് കൊടുക്കുന്നതാണ്. പിയർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്നതാണ്. പിയേഴ്സിന്റെ രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിപ്പ് ബർത്ത് ചെയ്യാൻ പറ്റും, പാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് പിയറും വാർഫും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഓർത്തിരിക്കുക കേട്ടോ. Then next one, K. K also a dock parallel to the shore, which is a solid structure providing berthing on one side and retaining the earth on the other. അപ്പോൾ വാർഫ് പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് ഡോക്കിംഗ് ഫെസിലിറ്റീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കെ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡ്രൈ ഡോക്ക്. ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വാട്ടർ ഏരിയ ആണ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഫോർ ദ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഷിപ്സ്. അപ്പോൾ ഷിപ്പിന്റെ സർവീസ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട്, മെയിൻ്റനൻസ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡ്രൈ ഡോക്ക്. ദെൻ നെക്സ്റ്റ് വൺ വെറ്റ് ഡോക്ക് എന്ന് പറഞ്ഞാൽ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയക്കാണ് വെറ്റ് ഡോക്ക് എന്ന് പറയുന്നത്. ദെൻ ജെട്ടി എന്ന് പറഞ്ഞാൽ ആ എൻട്രൻസ് ചാനലിന്റെ അവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ സോളിഡ് പ്ലാറ്റ്ഫോം കൺസ്ട്രക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദ ഷോർ ലൈൻ ഫോർ ബർത്തിങ് ഓഫ് ഷിപ്സ്. അതിനാണ് ജെട്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സോളിഡ് പ്ലാറ്റ്ഫോം കൺസ്ട്രക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദ ഷോർ ലൈൻ ഫോർ ബർത്തിങ് ഓഫ് ഷിപ്സ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബർ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഹാർബർ കമ്പോണൻസ് വരെ നമുക്ക് നിർത്താം. അപ്പൊ ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്കാണെങ്കിൽ ഡോക്ക് പറയാനുണ്ട്, അതുപോലെ ഹാർബറിന്റെ കുറച്ചുകൂടെ ടോപ്പിക്സ് വരുന്നുണ്ട്. എയർപോർട്ട് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, പിന്നെ അർബൻ പ്ലാനിങ് കൂടെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇനി വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നാളെ ഇതുവരെയുള്ള നോട്ട്സും അതുപോലെ വർക്കൗട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നാളത്തേക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, Miss.